അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കേരളത്തിൽ ഏതാനും വർഷങ്ങൾക്കിടയിൽ ചില മുസ്ലിം നാമധാരികൾക്കുള്ളിൽ നിന്ന് തന്നെ രൂപപ്പെട്ട പുതിയൊരു മതമാണ് മടവൂർ മതം. അതിൻ്റെ ദൈവമാണ് 35 കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്നും മരണപ്പെട്ട CM മടവൂർ എന്ന മാനസിക രോഗി. ഇത് നമ്മൾ അതിശയോക്തി കലർത്തി പറയുന്നതല്ല, മറിച്ച് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഏതാനും ചില പണ്ഡിത പുരോഹിത പരിശകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. CM മടവൂർ തങ്ങളുടെ ദൈവമാണെന്ന കാര്യം അവർ പല പ്രാവശ്യം പരോക്ഷമായും പരസ്യമായും തുറന്നു സമ്മതിച്ചതാണ്. ഞാൻ അള്ളാഹുവാണ് എന്ന് സാക്ഷാൽ CM മടവൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഏറെ ആവേശത്തോടെ ഉദ്ഘോഷിക്കുന്നവരാണ് ഈ പുരോഹിതന്മാർ. ഏറ്റവും ഒടുവിൽ മടവൂർ ഞങ്ങളുടെ പടച്ചോനാണ് എന്ന് പറഞ്ഞ് പാട്ട് രചിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഈ നികൃഷ്ട ജീവികൾ എത്തിപ്പെട്ടു എന്നത് നാം എല്ലാവരും കണ്ടതാണ്. തന്നെയുമല്ല, അള്ളാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടില്ല എന്നും, അതേസമയം അതേ കാര്യം മടവൂരിനോട് നേരിട്ട് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുമെന്ന് ഇവർ പറഞ്ഞതും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലിപ്പിട്ട് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും ഇവരുടെ ദൈവമായ CM മടവൂരിനോടാണ് ഇവർ ചോദിക്കാറുള്ളത്. ഈ പുരോഹിത പരീക്ഷകളിൽ ഏറ്റവും വൃത്തികെട്ട വിഭാഗമാണ് നികൃഷ്ടജീവികളാണ് കുരുവട്ടൂരികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം വിഭാഗം. ഇവരൊരു പ്രസംഗം തുടങ്ങുമ്പോൾ, ഇവരുടെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ മടവൂരിൽ എല്ലാം അർപ്പിച്ചിട്ടാണ് ഇവർ തുടങ്ങാറുള്ളത്. ഇത് നമ്മൾ വെറുതെ പറയല്ല, ഇവരുടെ ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിന്റെ ഒരു ക്ലിപ്പ് കണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാക്കണം ഞങ്ങളെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ, ഉങ്ങള തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. കേട്ടല്ലോ, ഈ കാലഘട്ടത്തിലെ ദജ്ജാലുകളായ ഈ കുരുവട്ടൂരികൾ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമിന്റെ തുടക്കമാണിത്. ഇത് പറഞ്ഞിട്ട് അവന്മാർ തുടങ്ങണത് എന്താ പറഞ്ഞത്? കാക്കണം ഞങ്ങളെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ, ഉങ്ങളെ തണലല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. അപ്പൊ മടവൂരിനോട് പറയണേ കാക്കാന്, നോക്കാനും കാക്കാനും നിങ്ങളെ തണലല്ലാതെ വേറൊരു സഹായം ഞങ്ങൾക്കില്ല. കാരണം നിങ്ങളാളെ ഞങ്ങളെ ദൈവം, നിങ്ങളാളെ ഞങ്ങളെ ആരാധ്യൻ. ആ മടവൂരല്ലാതെ ഇവർക്ക് വേറെ ഒരു തുണയും ഇല്ല എന്നാ പറയണത്. ഇനി പറയൂ, ഇവർ പ്രത്യേകതരം മതക്കാരല്ലേ? ഇവരുടെ ദൈവമല്ലേ മടവൂര്? കാരണം അള്ളാഹ് വിശ്വാസമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ പറയോ? വേറൊരു മനുഷ്യനോട് പറയോ? ഇനി അള്ളാഹിന്റെ കൂടെ ഞങ്ങൾ ആരാധ്യന്മാരും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. പക്ഷെ യുവമാര് പറയണത് മടവൂരല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു സഹായവും ഇല്ല എന്നാ, വേറെ ഒരു തുണയില്ല. അപ്പൊ മടവൂരാണ് ഇവന്മാരെ ദൈവം. സഹോദരങ്ങളെ, ഇത് ഇവരുടെ ഉള്ളിലുള്ള ഷിർക്കിന്റെയും കുഫറിന്റെയും റിദ്ദത്തിന്റെയും ആ വിശ്വാസം പുറത്തേക്ക് ചാടുകയാണ് സംസാരത്തില്. ഇവർ പരസ്യമായിട്ട് മടവൂര് ഞങ്ങളെ ദൈവമാണെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഇവരെ പല സംസാരങ്ങളിൽ അത് വന്നു കഴിഞ്ഞു. മനസ്സിലായോ? ഒറ്റയടിക്കങ്ങോട്ട് പറയാൻ പറ്റുമല്ലോ ഞങ്ങളെ ദൈവം, ഞങ്ങൾ പ്രത്യേക മതക്കാരാണ്, ഞങ്ങളെ ദൈവം മടവൂരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽപ്പില്ലല്ലോ. അപ്പൊ അങ്ങനെ പതുക്കെ 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 ഇങ്ങനെ കൊണ്ടുവരാണ്. അതിനെന്ത് ചെയ്തു? ആദ്യം മടവൂർ വലിയാണെന്ന് പറഞ്ഞു, പിന്നെ കുത്തുബുൽ ആലമാന്ന് പറഞ്ഞു, പിന്നെ മുദബ്ബിറുൽ ആലമാണെന്ന് പറഞ്ഞു. അവസാനം റസൂലിന്റെ സ്ഥാനത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇല്ല, റസൂലിന്റെ മോൾക്ക് എത്തിക്കഴിഞ്ഞു. റസൂലിന്റെ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് നിങ്ങളൊന്ന് കാണുക. മടവൂരിനെ പതുക്കെ പതുക്കെ ദൈവാക്കി കൊണ്ടുവരാണ്. കണ്ടോളി. നേരത്തെ പറഞ്ഞല്ലോ, മക്കയിൽ റസൂലുള്ളാഹിന്റെ വരവുണ്ടായതുപോലെ മലബാറിൽ ഉണ്ടായ വലിയൊരു സംഭവമാണ്, അള്ളാഹുവിന്റെ വലിയൊരു തിരുനോട്ടമാണ്. ശൈഖുൽ മശായിഖ് ഖുതുബുൽ ആലം ശൈഖുന മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ നാമം അത് CM വലിയുല്ലാഹി മടവൂര്, ശൈഖ് മുഹമ്മദ് അബൂബക്കർ വലിയുല്ലാഹി, ഖുതുബുൽ ആലം, ശൈഖുൽ മശായിഖ്, ഈ പേരിലൊക്കെ അവർ വിളിക്കപ്പെടുന്നു. ആ പേര് നമ്മുടെ സാധാ പേര് പറയും പോലെയല്ല. അത് ദിക്റുല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെട്ട അദ്കാറുകളിൽ എണ്ണപ്പെടുന്ന ഒരു നാമമാണ്, പേരുകളാണ്. അത് പറയേണ്ട രൂപത്തിൽ പറഞ്ഞാൽ, സ്മരിക്കേണ്ട രൂപത്തിൽ സ്മരിച്ചാൽ വലിയ ഫലമുണ്ട്. എന്താണോ ഈ കുട്ടി ദജ്ജാലി പറയണത്? മക്കയിൽ റസൂലുള്ളാന്റെ വരവുണ്ടായതുപോലെ മലബാറിൽ ഉണ്ടായ വലിയൊരു സംഭവമാണ് അത്ര മടവൂര്. എടോ, റസൂലുള്ള എവിടെ കിടക്കണ്? മടവൂര് എവിടെ കിടക്കണ്? ആദർശത്തിലും എല്ലാ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ഏകനായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ്.
അള്ളാഹുവിന്റെ കൂടെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ലാത്തയും ഉസ്സയും മനാത്തയെയും അങ്ങനെ തുടങ്ങി നൂറുകണക്കിന് ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ആ ജനങ്ങളോട് അള്ളാഹുവിലേക്ക് മാത്രം വരൂ എന്ന് പറയാനാണ് റസൂലുള്ള വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞാനാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്, ഞാനൊന്ന് കണ്ണടച്ചാൽ ഇവിടെ എല്ലാം താറുമാറാകും, ഗ്രഹങ്ങൾ കൂട്ടിമുട്ടും, ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ലെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഈ മടവൂർ എന്ന മാനസിക രോഗി വന്നത് എന്തിനാ? അയാൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വന്നതാ? അയാളിലേക്ക് ക്ഷണിക്കാൻ വന്നു എന്ന് അവർ പറയണത്. ഇവർ പരിചയപ്പെടുത്തുന്ന മടവൂരിനെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എല്ലാവരും എന്ത് കാര്യം എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാം തരും, സ്വർഗം വേണോ സ്വർഗം തരും, ഈ പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നത് ഞാനാണ്, അണ്ടകടാഹങ്ങൾ നിയന്ത്രിക്കുന്നത് ഞാനാണ്, ഞാനൊന്ന് കണ്ണടച്ചാൽ വിമാനം കൂട്ടിമുട്ടും, ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല, ഈ വക തോന്നിയാസം പറയാനാണ് ഇയാൾ വന്നത്. റസൂൽ ഇയാൾ ഒരേപോലെ തന്നെ കഴിഞ്ഞില്ല. ഈ കുട്ടി ദജ്ജാൽ പറയണേ, ഈ മടവൂര്, CM മടവൂര്, കുതുബുല്ലാലം, മുദബ്ബറുല്ലാലം, ഷെയ്ഖുൽ മശായിഖ് എന്നൊക്കെ പറയുന്ന ഈ പല പേരുകളുണ്ടല്ലോ, പലതരം വൃത്തികെട്ട പേരുകൾ. ഈ പേരുകൾ ദിക്റുള്ളയാണ്, മനസ്സിലായോ? അള്ളാഹു ഇഷ്ടപ്പെട്ട അദ്കാറുകളിൽ എണ്ണപ്പെടുന്ന ഒരു നാമമാണിത്, മടവൂരിന്റെ പേര്. അത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ, സ്മരിക്കേണ്ടതുപോലെ സ്മരിച്ചാൽ അതിനൊക്കെ വലിയ ഫലം ഉണ്ടാകും. ഇനി പറയും മടവൂർ ബല പടച്ചോനല്ലേ, ബല ദൈവമല്ലേ മടവൂര്? നമ്മൾ അള്ളാഹുവിനെ കുറിച്ചാണ് അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ നാമം മഹത്തായ നാമങ്ങളുണ്ട്, അത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ, സ്മരിക്കേണ്ട രീതിയിൽ സ്മരിച്ചാൽ അതിന് ഫലമുണ്ടാകുന്നുള്ളത്, മനസ്സിലായോ? അപ്പൊ അള്ളാഹിന്റെ സ്ഥാനത്താണ് കൊണ്ടുപോയി എത്തിച്ചു. അത് റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി എത്തിച്ചു, പിന്നെ അള്ളാഹിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി എത്തിച്ചു. കഴിഞ്ഞിട്ടില്ല. ഉന്നതമായ സ്ഥാനത്തുള്ള അള്ളയുമായി എപ്പോഴും സംഭാഷണം നടത്തുന്ന, എപ്പോഴും റസൂലുള്ളാഹിന്റെ ബേക്കിൽ നിസ്കരിക്കുന്ന, ഇമാമായി തന്നെ നിസ്കരിക്കുന്ന മുദബ്ബിറുൽ-ആലമായ ശൈഖുനാന്റെ നിസ്കാരം നോമ്പും നോക്കാൻ നമ്മൾ പോകണ്ട. അത് ഏറ്റവും ഉന്നതമാണ്, ഏറ്റവും പവിത്രമാണ്. അത് അവരോട് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ അതിനെ വെറുതെ പോയി മസ്താനാക്കാനും ഇതൊന്നും പോണ്ട. സഹോദരങ്ങളെ കേൾക്കണം, എന്താണ് ഈ മടവൂർ മതത്തിന്റെ പുരോഹിതന്മാർ ഇവിടെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? ഉന്നതമായ സ്ഥാനത്തുള്ള, അള്ളാഹുവുമായി എപ്പോഴും സംഭാഷണം നടത്തുന്ന, എപ്പോഴും റസൂലിന്റെ പിന്നിൽ നമസ്കരിക്കുന്ന, അല്ല ഇമാമായി തന്നെ നിസ്കരിക്കുന്ന മടവൂർ. എന്തൊക്കെ കുഫറാണ് ബനി ഈ ചെറിയൊരു വാചകത്തിൽ പറഞ്ഞു കൂട്ടിയത്? അള്ളാഹുമായി എപ്പോഴും സംഭാഷണം നടത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും അങ്ങനെ ഒരു വിശ്വാസം മുസ്ലിം ലോകത്തിനുണ്ടോ? അള്ളാഹുമായി എപ്പോഴും നേരിട്ട് സംഭാഷണം നടത്തുക എന്നുള്ള വിശ്വാസം? റസൂലുള്ളാഹിക്ക് ഓരോ കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിരുന്നത് ജിബിരിയിലാണ്. അല്ല, എല്ലാ കാര്യവും അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുക, അള്ളാഹ് അപ്പം തന്നെ മറുപടി എടുക്കുക, അങ്ങനല്ല. അപ്പൊ അതാണ് റസൂലുള്ളാഹിന്റെ അവസ്ഥ. അതിനും മുകളിലാണ് മടവൂര്. കാരണം എപ്പോഴും അള്ളാഹുമായി സംഭാഷണം നടത്തുന്ന ആള്, റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന ആള്. കാരണം ഇവർക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നബിമാരായാലും ഔലിയാക്കളായാലും മറ്റു പുണ്യപുരുഷന്മാരായാലും ഇവരാരും മരിച്ചിട്ടില്ല, ഇപ്പോഴും ഇങ്ങനെ ആലമുൽ അർവാഹുൽ അവിടെ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർ നിസ്കാര ഇബാദത്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും റസൂലിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന, അല്ല റസൂലുള്ളാഹിക്ക് ഇമാമായി നിസ്കരിക്കുന്ന മടവൂർ. പറയൂ പുരോഹിതന്മാരെ, ഈ മടവൂർ എന്ന മാനസിക രോഗിയെ റസൂലിന്റെ മുകളിലല്ലേ നിങ്ങൾ അവരോധിച്ചിട്ടുള്ളത്? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞ സഹോദരങ്ങളെ, ഇവന്മാർക്ക് എല്ലാ നന്മകൾ ലഭിക്കുന്നതും തിന്മകൾ നീങ്ങിപ്പോകുന്നതും എല്ലാം മടവൂർ വഴിയാണത്രേ. കേട്ടോളി. വെറുതെയാണോ ലോകം പറഞ്ഞത്? മടവൂർ ശൈഖിലൂടെ അല്ലാതെ ഒരനുഗ്രഹവും നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ സംശയമുണ്ടോ? ഒരിക്കലുമില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളിൽ നിന്ന് ഒഴിവായിട്ടുണ്ടോ, ഏതെല്ലാം നിഅമത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അത് മടവൂർ ശൈഖുനയിലൂടെ അല്ലാതെ അക്കാലത്തുള്ള ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഇന്നും അങ്ങനെയാണ്. സഹോദരങ്ങളെ, ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? 35 കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്ന് മരണപ്പെട്ടു പോയ ഒരു ഉണക്കച്ചുള്ളിയായ ഒരു മാനസിക രോഗിയായ ഒരു മനുഷ്യൻ, നിസ്കരിക്കാതെ നടന്നിരുന്ന, മറ്റുള്ള ആളുകളുടെ നിസ്കാരം ഫിത്തനയിലാക്കിയിരുന്ന, നോമ്പ് നോൽക്കാതെ നടന്നിരുന്ന, നോമ്പ് നോറ്റ ആളുകൾ മുറിപ്പിച്ചിരുന്ന, സ്വന്തം ഉമ്മൻ സലാം പറഞ്ഞിട്ട് മടക്കാതിരുന്ന, എല്ലാ ഹറാമുകളും ചെയ്ത് ജീവിച്ചിരുന്ന, നിർബന്ധ കാര്യങ്ങൾ പലതും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എല്ലാ നന്മകളും ലഭിക്കുന്നത് അയാളിലൂടെയാണ്, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോകുന്നതും അയാളിലൂടെയാണ്. പറയൂ, ഇവർ വേറൊരു മതക്കാരല്ലേ? ഇവർക്ക് ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത്? ഈ മടവൂരിനെ കുറിച്ച് ഇനി ഇവന്മാർ പറയാൻ ബാക്കിയൊന്നുമില്ല. അള്ളാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്ന അർശ്, ആ അർശ് വരെ താങ്ങി നിർത്തുന്നത് മടവൂരാണത്രേ. കേട്ടോളി. അർശൊക്കെ എൻ്റെ ഒരു കയ്യിലാണ്, ഭൂമി മാത്രല്ല.
ഇതിന്റെ എല്ലാം ഷോർട്ട് വാക്കാണ് മഹാനരായ കുത്തുബുൽ ആലം ഷെയ്ഖുന മടവൂർ. ഷെയ്ഖുന പറഞ്ഞതാണ് മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലുണ്ട്, അർശിന്റെ കയ്യിലുണ്ട്, ഭൂമി എൻ്റെ കയ്യിലുണ്ട്, ഒക്കെയുമുണ്ട്. ഇതായിരുന്നു മുജാഹിദുകൾക്ക് വല്ലാതെ പ്രശ്നമായത്. അർഷൊക്കെ എൻ്റെ കയ്യിലാണ്, ഭൂമി മാത്രല്ല. പോത്ത് അമരണമാരി അമരാണ് ഈ ശൈത്താനെ. ഇത് മാത്രല്ല, അന മുദബ്ബിറുൽ ആലം, ഞാനാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്, ആലം നിയന്ത്രിക്കുന്നത്, അർഷും ഭൂമിയും എല്ലാം എൻ്റെ കയ്യിലാണ്. ഇത് പറഞ്ഞതാണ് മുജാഹിദുകൾക്ക് ആകെ പ്രശ്നമായത്. ആരെക്കുറിച്ചായി പറയണത്? സ്വന്തം ട്രൗസർ വരെ താങ്ങി പിടിക്കാൻ കെൽപ്പില്ലാതിരുന്ന ഒരു ഉണങ്ങിച്ചുളിഞ്ഞൊരു മനുഷ്യനെ കുറിച്ചാണ് ഈ പറയണത്. അർഷും ഭൂമിയും ആകാശവും അണ്ടകടാഹങ്ങളും ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം മൂപ്പരെ കയ്യിലാണ്. മൂപ്പരാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. ഇതാണ് മുജാഹിദർക്ക് പ്രശ്നം. ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങൾ അള്ളാന്റെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാ. അള്ളാഹു തന്ന നിയമത്തുകൾ ആസ്വദിച്ച് അത് അനുഭവിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവിക്കും എല്ലാം നൽകുന്നത് അള്ളാഹുവാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന മുജാഹിദുകളുടെ മുമ്പിൽ ജീവക കുഫ്രിയത്ത് പോലമ്പിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലേ? കോഴിക്കോട്ടുള്ള ഒരു മാനസിക രോഗിയാണ്, ഒരു എല്ലും തോലുമായ ഒരു മനുഷ്യനാണ്, ഇക്കണ്ടതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രശ്നം ഉണ്ടാവും. ഇത് മാത്രമാണോ യുവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ച് യുവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? കേട്ടോളി. വലത്തോട്ട് തുപ്പാൻ പാടില്ല, നമ്മുടെ ഹക്കിൽ അത് ബാധകമാണ്. അതേ സമയത്ത് ഷെയ്ഖുന മടവൂരിലേക്ക് അത് ഫിറ്റാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവരുടെ തുപ്പലിനിക്ക് മലായിക്കത്ത് വരെ കൈക്കോ കാണിച്ചു നിൽക്കുകയാണ്. അത്രയും ഷറഫാക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രതിനിധിയാണത്. ഈ പിരാന്തം മടവൂരിന്റെ തുപ്പല് കിട്ടാൻ വേണ്ടിയിട്ട് മലക്കുകൾ ഇങ്ങനെ കൈനീട്ടി ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കത്രേ. മടവൂർ ഒന്നും ഇങ്ങോട്ട് തുപ്പിക്കാണി, ഒന്നും ഇങ്ങോട്ട് തുപ്പിക്കാണി. അത്രയും പോരിശിയാക്കപ്പെട്ട ചങ്ങായിരുന്നു ഈ മടവൂര്. എമ്മാതിരി കുഫ്രിയത്തിന്റെ വാദമാണ് സഹോദരങ്ങളെ ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മടവൂരിന്റെ തുപ്പലിനും വേണ്ടി മലക്കുകൾ കൈനീട്ടുക. ഇത് മാത്രമല്ല, മടവൂരിന്റെ മലത്തിനും വേണ്ടിയിട്ട് മടവൂർ വെളിക്കരിക്കാൻ പോകുമ്പോഴേ കക്കൂസൊന്നുമില്ലാത്ത കാലത്ത് മടവൂരിന്റെ മലത്തിനും വേണ്ടിയിട്ട് ഇഫായ് ഷെയ്ഖിന്റെ മൊയ്തി ഷെയ്ഖിന്റെ ജിന്നുകൾ തമ്മിൽ കച്ചറ ഉണ്ടാക്കിയിരുന്നു എന്ന് ഇവന്മാർ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മടവൂർ മുരീദന്മാര് അത് ഞാൻ മുമ്പിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പറയുന്ന തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരസ്യമായിട്ട് ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട്, ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വടി കൊടുക്കാൻ വേണ്ടിയിട്ട്. വെറുതെയാണോ സഹോദരന്മാരെ ഞാൻ ചോദിച്ചത്? യുവമാര് മതമേലങ്കിയണിഞ്ഞ മതനിഷേധികളാണോ എന്ന്? എന്താണ് യുവമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മലക്കുകൾ മടവൂരിന്റെ തുപ്പലിനും വേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മടവൂര് മുദബ്ബിറുൽ ആലമല്ലേ, ആലം നിയന്ത്രിക്കുന്ന ആളല്ലേ, ആലമിന്റെ ഉള്ളിൽപ്പെട്ടതാണല്ലോ മലക്കുകള്. അപ്പൊ ആ മലക്കുകളെയും നിയന്ത്രിക്കുന്ന ആളാണ് മടവൂര്. മടവൂരിന്റെ വാക്ക് കേൾക്കാതെ മലക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല. മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം എന്താ? മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രം ജീവിച്ചു പോരുന്ന അള്ളാഹുവിന്റെ പ്രത്യേക വിഭാഗമാണ് മലക്കുകള്. യുവമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ മടവൂരിന്റെ നിർദ്ദേശപ്രകാരമാണ് മലക്കുകൾ ജീവിക്കുന്നത്. കാരണം മടവൂര് മുദബ്ബിറുൽ ആലമാണ്, ആലമിനുള്ളിൽപ്പെട്ടതാണ് മലക്കുകള്. അപ്പൊ ഈ ആലം മൊത്തം നിയന്ത്രിക്കുന്നത്, മലക്കുകളടക്കമുള്ള ആലമിനെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ഒരു ചോദ്യം വന്നു ഇവിടെ. മടവൂര് മുദബ്ബിറുൽ ആലമാണെങ്കിൽ മടവൂരിന്റെ മുമ്പ് ലോകാരാ നിയന്ത്രിച്ചിരുന്നത്? മടവൂരിന്റെ ശേഷം ലോകാരാ നിയന്ത്രിക്കുന്നത്? അപ്പൊ യുവന്മാരുടെ മറുപടി ഉണ്ട്. എന്ത്? മടവൂരിന്റെ മുമ്പ് അക്കാലഘട്ടത്തിൽ ആരാണോ ഉണ്ടായിരുന്നത് ആ മുദബ്ബിറുൽ ആലമാണ് അന്ന് ലോകം നിയന്ത്രിച്ചിരുന്നത്. മടവൂരിന് ശേഷം ആരാണോ മുദബ്ബിറുൽ ആലം അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്. അപ്പൊ മടവൂരിന് ശേഷം ഇപ്പോഴത്തെ മടവൂർ ഒടുങ്ങിയിട്ട് 35 കൊല്ലായല്ലോ. അപ്പൊ ആ 35 കൊല്ലായിട്ട് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുദബ്ബിറുൽ ആലം ആരാണ്? അങ്ങനെ സാധനം ഉണ്ട് ഇവിടെ. കേട്ടോളി ഏതാ സാധനം എന്നുള്ളത്. മടവൂർ ശൈഖുനായുടെ പിൻഗാമിയായ അതേ കദമിൽ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ എത്ര പേർക്ക് മക്കൾ കൊടുത്ത് ഈ സദസ്സിൽ തന്നെ ഉണ്ടല്ലോ. കാലങ്ങളായി മക്കളില്ലാതെ കണ്ണീരും കഷ്ടപ്പാടുമായി കഴിഞ്ഞ എത്ര ആളുകൾക്ക് ഒരു സിയാറത്ത് യാത്രയിൽ രണ്ടാം മദീനയുടെ കലിയർ ഷരീഫിന്റെ ഭാഗത്തേക്കൊക്കെയും ഒരു വലിയ സംഘം, അതിൽ കൂടുതലും മക്കളില്ലാത്ത ആളുകളെ മാത്രം തെരഞ്ഞെടുത്തു വർഷങ്ങൾക്കപ്പുറം ഒരു യാത്ര പോയി. അതിൽ മക്കളില്ലാതെ വന്ന എല്ലാ ആളുകൾക്കും ആ യാത്രയിൽ മക്കൾ എഴുതി കൊടുത്തു. ഒരാൾക്ക് മാത്രം കിട്ടിയില്ല. അയാൾക്ക് കിട്ടിയില്ല. അയാളോട് സുഖാനേരി ചോദിച്ചപ്പോ ഒരു വസുവാസ് വന്നു. അതൊക്കെ ഇപ്പൊ ഇവിടെ നടക്കുമോ? അത് പിന്നെ നടക്കില്ല.
അക്കേസ് പിന്നെ നടക്കൂല, മാപ്പ് ചോദിക്കലില്ലാതെ രക്ഷയില്ല. മറിച്ച് അത് ഒരു സംഭവമല്ല, അങ്ങനെ പല സംഭവങ്ങളുമുണ്ട്. അല്ലാഹു അവിടുത്തെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. അപ്പൊ മടവൂരിന്റെ പിൻഗാമിയായി അതേ കദമിൽ ഇന്ന് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശൈഖുന, ഏതാണോ ഈ നമ്മുടെ ജയ്ക്കുന? ആ ജയ്ക്കുനയാണ് കുരുവട്ടൂർ ഹാഫിള് എന്ന ഇവരുടെ വലിയ ദജ്ജാല്. അതിന്റെ തെളിവെന്താവും പറയണത്? വർഷങ്ങൾക്ക് മുൻപ് ഒരു സിയാറത്ത് യാത്ര നടത്തിയത്ര അജ്മീർക്ക്, മക്കളില്ലാത്ത ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് അങ്ങനെ ഒരു യാത്ര. ആ പോണ പോക്കില് യാത്ര ദിവസങ്ങളോ ഉണ്ടാവുമല്ലോ, ഒരേ വണ്ടിയിലായിരിക്കുമല്ലോ യാത്ര, അല്ലെങ്കിൽ ഒരേ ഹോട്ടലിലായിരിക്കും താമസം. ആ പോണ പോക്കിൽ എല്ലാവർക്കും മുമ്പ് ഒരു മക്കളുണ്ടായി കൊടുത്തു, ഒരുത്തന് മാത്രം ഉണ്ടായില്ല. അപ്പോൾ ഓനോട് ചോദിച്ചു, എന്താ അപ്പം എനിക്ക് മാത്രത്തെ കുട്ടികളില്ലായിരുന്നു? അപ്പോൾ ഓൻ ചോദിച്ചു, ആ പരിപാടിയൊക്കെ ഇവിടെ നടക്കുമോന്ന് ബസ്സിൻ്റെ ഉള്ളിലേ. അപ്പോൾ ഓനെ ഇന്ന് വിട്ടുന്നു. അപ്പോൾ ഓൻ്റെ കുട്ടിയൊക്കെ പള്ളിയിലുണ്ടായില്ല. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ആ ബസ്സിൽ തന്നെ ആ പരിപാടിയൊക്കെ നടത്തിയിട്ട് മക്കളുണ്ടായി കൊടുത്തുന്നായി പറയണത്. അതാണോ മുദബ്ബിറുൽ ആലമാണ്, ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് നമ്മളെ ജയ്ക്കുനയാണേ എന്ന് പറയാൻ കാരണം. പോരെ, നാണം കെട്ട വർഗം. ഇതെന്തോടോ വിത്തുകാളെ വരിയായി ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ റൂമിൻ്റെ പുറത്ത് ടോക്കൺ നമ്പർ 1 ഒന്നാമത്തോള് വരട്ടെ, അങ്ങനെ ഓള ഒത്ത് കണ്ട് കയറ്റി 10, 15, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓള വിട്ടു. ടോക്കൺ നമ്പർ 2 രണ്ടാമത്തോള് വരട്ടെ, അങ്ങനെ വരിയായി ഇങ്ങനെ നിർത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ ഒത്ത് കയറ്റിയിട്ട് ഇങ്ങനെ കുട്ടികളുണ്ടാക്കി കൊടുക്കാം. വിത്തുകാളെവം തന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ മെയിൻ കലാപരിപാടി. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഹംക്ക് കെട്ടിയോണ്ടല്ലോ, ഇപ്പം കെട്ടിയോളെ ഷെയ്ഖിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കണ്ടുപിടും. അപ്പം അങ്ങനെ മണ്ടിയും ചൊറിഞ്ഞിട്ട് മൂടും ചൊറിഞ്ഞിട്ട് റൂമിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഉസ്താദ് എല്ലാ ചികിത്സകളും നടത്തിയിട്ട് പോയിക്കോ, 9 മാസമാകുമ്പോൾ നമുക്ക് ക്വാറന്റൈക്കോളും. ഇതാണ് പല ചികിത്സകള്. ഇങ്ങനെയാണ് കുട്ടികളിലേക്ക് കൊടുക്കുന്ന രീതി. പാറിപ്പിക്കണ്ട നിങ്ങൾ കാട്ടിക്കൂടുന്ന തോന്നിയാസങ്ങളുണ്ടല്ലോ, പൊതുസമൂഹത്തിനിടയിൽ പറയാൻ പറ്റാത്തതാണ്. അത് പറയിപ്പിക്കരുത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ. അപ്പൊ സഹോദരങ്ങളെ, ഇവനാണ് ഇപ്പോഴത്തെ മുദബ്ബിറുൽ ആലം. ഇന്ന് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നവനാണ്. ഓപ്പൊരു കെണിയിൽ പെട്ടു. എന്താണ് കെണി? ഓനും കെട്ടികളും കൂടി ഷറയിൽ വറവ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, സൂക്ഷ്മത വേണം, മറ്റത് വേണം ഒക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ തെക്കു അങ്ങനെ ഒലിപ്പിക്കണ ഓനും കെട്ടികളും കൂടി കഴിഞ്ഞ മാസം ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഒരു സർക്കിട്ട് നടത്തി. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അത് അന്താരാഷ്ട്ര ഇസ്ലാമിക് സെമിനാർ നടക്കുന്ന സ്ഥലമൊന്നുമല്ല. എന്താണ് ഗ്ലോബൽ വില്ലേജിൽ നടക്കുന്ന തോന്നിയാസം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവനെങ്ങനെ കുട്ടപ്പനായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്, മറ്റേത് ഇവൻ്റെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ 10 ആക്കിടുള്ള ഡ്രസ്സ് ഇപ്പോൾ ഒരുമിച്ചാണല്ലേ. ലോക്കിൻ്റെ കന്തൂറിയും അതിൻ്റെ പുറത്തൊരു തൊപ്പിയും അതിൻ്റെ പുറത്തൊരു തലയിക്കെട്ടും തോളിലൊരു ഷാളും കയ്യിൽ വേറൊരു ഷാളും പിന്നെ ഒരു അരപ്പട്ടിയും അരഞ്ഞാണും ഇടാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല. ആ ജാതി കോലത്തിൽ വേഷവിധാനത്തിലാണ് പൊമ്പറ നടക്കല്. അവിടെ ചെന്നപ്പോൾ മതാമാർക്ക് ഒപ്പിച്ച് നടക്കണ്ടേ. അപ്പം അങ്ങനെ പ്രത്യേക ക്രിക്കറ്റ് ഹാറ്റും ഒരു പ്രത്യേക പാൻറ്റും. ഇവൻ്റെ കെട്ടിയോളാണെങ്കിലോ മുഖം മറച്ചിട്ടില്ല, മുടി ഒരു ഭാഗത്ത് കാണുന്നുണ്ട്, കണങ്കൈ കാണുന്നുണ്ട്. അക്കോലത്തിൽ ഇങ്ങനെ ഉലാത്താണ്. അത് ഏതൊരു വിരുദ്ധം വീഡിയോയിലെടുത്തു, അത് പുറത്ത് കണ്ടിട്ടു. അതങ്ങണ്ട് ഖുറാഫികളടിയത്തിനെ ചൂട് പിടിച്ച ചർച്ച. അപ്പോൾ പിന്നെ പല ചർച്ച ഫിഖീപരമായ മല്ലിക്കെട്ടാണ്. പിന്നെ എന്ത്, മുഖം മൊത്തം ഔറത്താണോ, മുഖം സീനത്താണോ, അപ്പോൾ മുഖം മറക്കൽ നിർബന്ധമുണ്ടോ, അത് സുന്നത്താണോ, അത് ജായിസാണോ എന്നുള്ള ചർച്ച, ഫിഖീപരമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവന്മാര്. കാരണം മാനക്കേടിൽ മുങ്ങിയ മുദബ്ബിറുൽ ആലത്തിനെ കഴിച്ചിലാക്കണ്ടേ. മുദബ്ബിറുൽ ആലം എന്ത് തോന്നിയാസം ചെയ്ത് കഴിഞ്ഞാലും, വല്ല ഷെയ്ഖ് എന്ത് തോന്നിയാസം ചെയ്ത് കഴിഞ്ഞാലും അത് ന്യായീകരിച്ച് വെളുപ്പിക്കണ പണിയാണല്ലോ ഈ 3 കുട്ടിദിജാലികൾക്കുള്ളത്. അതാണ് മുരീദ് എന്ന സാധനം. ഷെയ്ഖ് എന്ത് തോന്നിയാസം ചെയ്താലും അത് മുരീദ് അംഗീകരിക്കണം എന്നാണ് പല നിയമം. ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, കുറച്ച് ക്ലിപ്പ് ഞാൻ വിടാണ്ട്. അപ്പൊ യുവമാര് ചർച്ച പതാണ്. ദിവസങ്ങളോളായിട്ട് മണിക്കൂറുകളായിട്ട് പല പ്രസംഗങ്ങളിലും ചർച്ച. മുഖം മറക്കൽ നിർബന്ധമാണോ സുന്നത്താണോ, അത് ഫിഖീൽ ആ മഹാനവറുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ മഹാനവറുകൾ അതിനെതിരായി ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അതാണ് ചർച്ച. എടോ, ഈ ചർച്ചന്റെ വല്ല കാര്യമുണ്ട് നിങ്ങൾക്ക്? മുഖം മറക്കൽ നിർബന്ധമാണോ, ഹാഫിദിന്റെ കുട്ടികൾ മുഖം മറച്ചിട്ടുണ്ടോ ഇല്ലേ, അതൊക്കെ ചർച്ച ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഷെയ്ഖിനെ ഏത് കോലത്തിൽ കണ്ടാലും അത് നല്ല രീതിയിൽ വ്യാഖ്യാനിക്കണം എന്നാ നിങ്ങളെ ഫത്വ. നിങ്ങൾ കാലത്രായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കുരുവട്ടൂരികൾ എല്ലാ ത്വരീഖത്തിന്റെ മുരീദന്മാരും എല്ലാ പിരാന്തന്മാരും പഠിപ്പിച്ചെടുക്കുന്ന നിയമതാണിത്. ഷെയ്ഖ് എന്ത് ചെയ്താലും, ഷെയ്ഖ് ഒരു കള്ളുടിക്കുകയാണെങ്കിൽ അത് പാലാണ് എന്ന് നമ്മൾ വിചാരിക്കണം. ഷെയ്ഖ് കഞ്ചാവ് ഒലിക്കുകയാണെങ്കിൽ അത് വേറെന്തെങ്കിലും വിചാരിക്കണം. ഷെയ്ഖ് NDMA അടിച്ച് കയറ്റുകയാണെങ്കിൽ അത് പാൽപ്പൊടി ടേസ്റ്റ് നോക്കിയതാണ് വിചാരിക്കണം. അങ്ങനെ എല്ലാം ഷെയ്ഖിനെ ഏത് കോലത്തിൽ കണ്ടാലും അതെല്ലാം നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കണം എന്നാണ് ഇവന്മാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചാൽ പോരെ, അത് പറഞ്ഞാൽ പോരെ. അത് കൗമ എങ്ങൾക്ക് തിരിയില്ല, ഞങ്ങളെ ഷെയ്ഖ് അങ്ങനെ നടന്നാലും അതിന് വേറെ പല അർത്ഥങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോരെ. അല്ലാതെ മുഖം മറക്കല് സുന്നത്താണോ പറലാണോ, ഇതാ പങ്ങൾ ചർച്ച തന്നെ. ഇത് തമാശ പറയില്ല സഹോദരങ്ങളെ. ഈ കുരുവട്ടൂരികൾക്കറിയാം ഇവലെ ഷെയ്ഖാരാന്നുള്ളത്, ഇവർക്ക് എത്രത്തോളം സൂക്ഷ്മത ഉണ്ടെന്നുള്ളതും ദീനുണ്ടെന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാലോ. അപ്പൊ ഇവന്മാർക്ക് അറിയാം എന്ത്, ഇതൊക്കെ എന്തെങ്കിലും തോന്നിയാസത്തിൽ പോയി കൊടുങ്ങും ഷെയ്ഖവറുകള്. അപ്പൊ നമ്മൾ ന്യായീകരിച്ച് ഒപ്പിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ ഉസൂല് ഇതാണ് ഞങ്ങൾ അടിസ്ഥാന ആദർശം എന്ന് ഇവർ മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേട്ടോളി, അങ്ങോട്ട് സ്നേഹിക്കുക തന്നെ,
സ്നേഹിച്ചവന് പിന്നെ അതിൽ നിന്ന് മാറേണ്ടി വരില്ല. മാറേണ്ടി വരുന്നുണ്ടെങ്കിൽ സ്നേഹം ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. കണ്ടോ നിങ്ങൾ, ഒരാൾ ഒരു ഷെയ്ഖിൽ വിശ്വസിച്ചു. നമ്മൾ കാണുന്ന കാലത്ത് ഷെയ്ഖ് അവറുകളിൽ നല്ല തലപ്പാവുണ്ടായിരുന്നു, നല്ല താടി ഉണ്ടായിരുന്നു, നല്ല വഅദ് പറയുന്ന കാലമായിരുന്നു. ആ കാലത്ത് അത് കണ്ടൊരാൾ വിശ്വസിച്ചു. അപ്പൊ ഇവന്റെ വിശ്വാസം ഷെയ്ഖ് അവറുകളുടെ ശൈലിയിലാണ്, വേഷത്തിലാണ്. നല്ല തലപ്പാവ്, നല്ല വഅദ് പറയുന്നു, അതുപോലെ തന്നെ നല്ല താടി കാണുന്നു. ഇത് കണ്ടിട്ട് വിശ്വസിച്ച ഒരാള് കാലങ്ങൾ കഴിഞ്ഞു ഷെയ്ഖ് അവറുകളുടെ കൂടെ നിന്നപ്പോ ഒരു ദിവസം ഷെയ്ഖ് അവറുകളെ തലപ്പാവ് അങ്ങ് വേണ്ടാന്ന് വെച്ചു. അവർക്ക് എന്തും ചെയ്യാൻ, താടിയും വേണ്ടാന്ന് വെച്ചു. സങ്കല്പിച്ചോളൂ, നേരത്തെ ഇവൻ കണ്ട വഅദ് പറയുന്ന ശൈലി ഒഴിവാക്കി അവര് ഖവാലി അങ്ങ് തുടങ്ങി, പാട്ട് തുടങ്ങി. അപ്പൊ നേരത്തെ ഇത് കണ്ട് വിശ്വസിച്ചവനാണെങ്കിൽ ഓം പെടും. കാരണം ഓം വിശ്വസിച്ചത് എന്തിനാണോ അതൊന്നുമല്ല. അതാ ഷഹറാനിമാൻ പറഞ്ഞേ, വെറും വിശ്വാസം എന്ന് പറഞ്ഞിരിക്കല്ല, ഈ അങ്ങ് മുഹിബായി കൂടൂ. മുഹിബല്ലി ശൈഖിഹി, ശൈഖ് അവറുകളെ നമുക്ക് അല്ലാഹു തന്നു, നമുക്ക് ബോധ്യപ്പെട്ടു ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇവർ വലിയും മിൻ ഔലിയാ ഇല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു ഉന്നത മഹാനാണ്, ഇവർ സാധാരണക്കാർ അല്ല എന്ന് നിനക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ടു. നീ മുന്നോട്ട് പോയി, നീ അവരെ സ്നേഹിക്കാൻ തുടങ്ങി. ആ സ്നേഹം അങ്ങോട്ട് അഴിച്ചിടൂ, പരിധികളില്ലാത്ത സ്നേഹം അങ്ങ് കൊടുത്തേക്കൂ. എങ്കിൽ പിന്നെ എവിടെയും നിനക്ക് അവിശ്വസിക്കേണ്ടി വരില്ല. ആ സ്നേഹത്തിലായി നിനക്ക് കഴിഞ്ഞുകൂടാ. അവർ അവരുടെ അഹ്വാലുകളും മഖാമും അനുസരിച്ച് സംസാരിക്കും, അവർ ചെയ്യും, അതൊക്കെ അവരെ ഇഷ്ടമാണ്. എല്ലാ കാലത്തും നീ വിചാരിച്ചതുപോലെ അവരാകണം എന്ന് പറഞ്ഞാൽ നടക്കൂലാതെ. ഇതാണ് സഹോദരന്മാരെ ഇവന്മാരുടെ ഉസൂല്. ഈ ത്വരീഖത്തിന്റെയും ഈ സൂഫിസത്തിന്റെയും അടിത്തറതാണ്. ഇതിമലാണ് എല്ലാ തോന്നിയാസം നടക്കുന്നത്. അങ്ങോട്ട് സ്നേഹിക്കന്നെ. അങ്ങനെയാണ് സ്നേഹിച്ചു കഴിഞ്ഞാലോ, പരിധി വിട്ട് മുന്നും പിന്നും നോക്കാതെ ഇടംപോലും നോക്കാതാണ് സ്നേഹിച്ചു കഴിഞ്ഞാലോ, അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കള്ളുപാലായി മാറും, കഞ്ചാവ് പുല്ലായി മാറും, MDMA ഗ്ലൂക്കോസ് പൊടിയായിട്ട് മാറും. ഷെയ്ഖ് എന്ത് ചെയ്താലും അതൊക്കെ നല്ല രീതിയിൽ കാണാൻ തുടങ്ങും. കാരണം ഇപ്പം നല്ല കോലത്തിൽ കണ്ടിട്ട് കൂടിയതാണ്. ഇപ്പം കൂടിയ കാലത്ത് ഷെയ്ഖിന് നല്ല തലപ്പാവുണ്ട്, നല്ല വേഷവിധാനമുണ്ട്. പിന്നെ ഒരു ദിവസം പോയി നോക്കുമ്പോൾ തലപ്പാവ് കാണാനല്ല, അവിടെ ക്രിക്കറ്റ് ഹാറ്റാണ്. എന്നിട്ട് ഇപ്പം പറയാ അവർക്ക് എന്തും ചെയ്യാലോ, എന്തും ചെയ്യാ. തലപ്പാവ് ഊരിയിട്ട് വലിച്ചെറിയ, എന്നിട്ട് ട്രൗസർ ഊരിയിട്ട് തലയിൽ കവിഴ്ത്ത, അങ്ങനെ എന്തും ചെയ്യാ. തുണി അയച്ചിട്ട് ഓടാ, തലകുത്തന മറിയ, ഒക്കെ ചെയ്യാ. ഷെയ്ഖന്മാരാണല്ലോ. മാത്രല്ല നല്ല താടുണ്ടായിരുന്നു ആദ്യം കണ്ട കാലത്ത്. പിന്നെ ക്ലീൻ ഷേവാണ്, കോഴിമുട്ട മാതിരിയാണ് മുഖത്ത് നോക്കി കഴിഞ്ഞാല്. നേരത്തെ അവൻ കണ്ടപ്പോ ഷെയ്ഖ് നല്ല വഴല് പറച്ചിലേനു. ഷറയിൽ വറവ് വേണം, സൂക്ഷ്മത വേണം, നമ്മൾ ദീനിന്റെ നേർവര തെറ്റിക്കാത്ത ആൾക്കാരാണ്, ബാക്കിയുള്ളവരൊക്കെ പേച്ചു പോയിട്ടുണ്ട്, നമ്മൾ മാത്രമാണ് ദീനിന്റെ നടുക്കണ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷെയ്ഖാന്റെ വയലിൽ കൂടിയതാണ്. പിന്നെ നോക്കുമ്പോൾ വയലില്ല. പിന്നെ കവാലി, ഗാനമേള, ദുബായ് ഗ്ലോബൽ വില്ലേജിൽ പിന്നെ ഡിങ്കടക്കാരന് മതാമാരൊക്കെ ഡാൻസ് ആണ് കണ്ട് രസിച്ച് നടക്കുകയാണ്. പിന്നെ ഇതൊക്കെ പിന്നെ അംഗീകരിച്ചോളണം. എന്നൊരു തെളിവ് അതാണ് ഷാരാനി ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എല്ലാ തോന്നിയാസത്തിനും ഷാരാനിന്റെ ഫത്വ ഉണ്ടല്ലോ. ഷാരാനി ഇമാം പറഞ്ഞിട്ട് ഇത്രേ, ഇതിങ്ങനെ വെറും വിശ്വാസം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കല്ലേ, ആണ്ടാട് മുഹിബൈക്കൂടേ, അങ്ങോട്ട് മുഹിബൈക്കൂടേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആണ്ട് മൊയന്തൈക്കൂടേ. അതാണ് ഈ ത്വരീഖത്തിന്റെ ഈ മുരീദന്മാരെ ക്വാളിറ്റി, പത്തരമാറ്റ് മൊയന്ത്. സഹോദരങ്ങളെ, ഇത് വിവാദം വന്നിരിസം പ്രസംഗിച്ചതല്ല, 5-8 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിട്ടതാ. കാരണം ഇതിന്റെ അടിത്തറതാണ് ഇവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഷെയ്ഖന്മാർ എന്ത് തോന്നിയാസം ചെയ്താലും നമ്മൾ അംഗീകരിക്കണം. സമീന വാതന, അവിടെ ചോദ്യമല്ല. എന്താ ഷെയ്ഖപ്പങ്ങൾ നിസ്കരിക്കാത്തു ചോദിക്കാൻ പാടില്ല. എന്താ ഷെയ്ഖപ്പങ്ങൾ നോൻപൊലിക്കാത്ത് ചോദിക്കാൻ പാടില്ല. എന്താ ഷെയ്ഖപ്പങ്ങൾ താടി വടിച്ചിട്ടുള്ളത് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ഏതോ ഒരു അന്യ പെണ്ണുമായി തോളിൽ കൈയിട്ട് നടക്കുന്നുണ്ടല്ലോ, ഓളം അടിയിൽ കിടക്കുന്നുണ്ടല്ലോ, ചോദിക്കാൻ പാടില്ല. എല്ലാം നല്ല വിശ്വാസത്തിൽ നല്ല ചിന്തയിൽ ഇങ്ങനെ കൊണ്ടുനടക്കണം. അപ്പോഴാണ് ഈ തനി മൊയ്ന്താകുക അഥവാ തനി മുഹിബാകുക. ഇതാണ് ഈ പറഞ്ഞു വെച്ചത്. ഇതങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഷെയ്ഖന്മാർക്ക് പിന്നെ എന്ത് തോന്നിയാസും ചെയ്യാം. ഷെയ്ഖ് ഒരു അന്യ പെണ്ണിനെ വ്യഭിചരിക്കുന്നത് കണ്ടാൽ പോലും പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാ. ഒരു അന്യ പെണ്ണുമായുള്ള സംസർഗം കണ്ടാൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല. കേട്ടോളി, മശായിഖന്മാർക്ക് എന്ത് ആണും പെണ്ണും. മശായിഖന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ്, മൃഗം, കല്ല് ഇതൊക്കെയും സമമല്ലേ. ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും? മഹാനരായ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഈ വഴിയിലേക്ക് കടന്നു വന്ന ആദ്യം എനിക്ക് അനുഭവപ്പെട്ടത് സ്വർണവും കല്ലും എൻ്റെ അടുത്ത് ഒരുപോലെയാണ്, രണ്ടും ഒരു വ്യത്യാസമില്ല. ആണും പെണ്ണും ഇതൊക്കെയും കുല്ലും സവാ. ഇവർക്ക് അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വൻ നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം,
അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും, അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. അവരെ കൂടെ റൂമിൽ ഒരു പെണ്ണ് വന്നാൽ, ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ കണ്ടാൽ മതി. അതിന് കുഴപ്പമുണ്ടോ? ഇതാണ് പല തെമ്മാടികളും ത്വരീക്കത്തേറ്റ് നടക്കാൻ കാരണം. മശായിഖന്മാർക്ക് എന്ത് ആണും പെണ്ണും? മശായിഖന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് കല്ല് മൃഗം കുല്ലും സവാ, എല്ലാം ഒരേപോലെ സമമാണ്. അപ്പൊ നമ്മളെ കുരുവട്ടൂർ ഷെയ്ഖ് ഇങ്ങനെ ഗ്ലോബൽ വില്ലേജിലെ കൂത്താട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ജുമൈറ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിക്കറിട്ട് കിടക്കണം, മദാമാന്റെ പുറത്ത് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതൊരു പാറപ്പുറത്ത് കിടക്കുകയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് നമ്മൾ മുരീദാവുക. ഇതാണ് പോയി പറഞ്ഞതിന്റെ അർത്ഥം. നാണുണ്ടോ ഹംകിങ്ങളെ നിങ്ങൾക്കൊക്കെ പറയാന്, പൊതുസമൂഹത്തിനിടയിൽ പറയാന്? ഏതോ സൂഫി കഞ്ചാവ് അടിച്ചിട്ട് എന്തേ എഴുതി വെച്ചു വെച്ചിട്ട് എങ്ങനെ വിളിച്ചു പറയല തന്നെ. മശായിഖന്മാർക്ക് സ്വർണ്ണവും കല്ലൊക്കെ ഒരുപോലെയാണ് ഇത്രേ. നിങ്ങൾ എന്തിനോടോ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട പല പെൺകുട്ടികളെയും കെട്ടിക്കാൻ വേണ്ടി നിങ്ങൾ സ്വർണം കിട്ടാൻ വേണ്ടി പല ജ്വല്ലറിന്റെ മുമ്പിൽ പോയി കീക്കൊണ്ടല്ലോ. എന്തിനാ അത്? കുറച്ച് കല്ല് വാരി പെറുക്കി കൊടുത്താൽ പോരെ? സ്വർണ്ണം കല്ലും ഒക്കെ സമാണെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട അന്തം കമ്മീനായിരിക്കും കിട്ടണ പുതിയാപ്പളിയും അത് കൊടുത്താളി, കുറച്ച് കല്ല് വാരി കൊടുത്താളിയും. പറച്ചിലൊന്ന് പ്രവൃത്തി ഒന്ന്. എന്നിട്ട് പറയാ നമ്മൾ മടവൂർ മൗലിദിലൊക്കെ പറയാറില്ലേ ആണ് പെണ്ണ് എന്നിങ്ങനെ മടവൂർ ഷെയ്ഖുനാക്ക് തരം തിരിക്കലില്ല. അങ്ങനെയുണ്ടോ മടവൂർ മൗലിദിൽ തന്നെ? ഓരോന്നിട്ട് പുറത്തേക്ക് വരട്ടെ. കൗമേ ചിന്തിച്ചോ, നിങ്ങൾ കായും കോയും കൊടുത്തിട്ട് ഈ തലീക്കെട്ടേരെ വിളിച്ചിട്ട് മടവൂർ ഷെയ്ഖുനാന്റെ മൗലിദ് എന്ന് പറഞ്ഞു പെരിയിൽ ഇങ്ങനെ ഓദിക്കണ സാധനത്തിലുള്ള വൃത്തികേടുകളാ അതൊക്കെ. അവിടെ ആണും പെണ്ണൊന്നുമില്ല, എല്ലാം കൊടുന്നോളി, ഒക്കെ നമ്മൾ ശരിയാക്കി തരാൻ മടവൂര് പറഞ്ഞു. ഇതാണ് അതിലുള്ള ഉള്ളടക്കം. മനസ്സിലായോ? മടവൂർ ഷെയ്ഖിന് അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒപ്പിരുത്തോലോ. അത് ആണായാലും കുഴപ്പമില്ല പെണ്ണായാലും കുഴപ്പമില്ല, ഒക്കെ മൂപ്പർക്ക് തോന്നിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒപ്പിരുത്തുന്നു. അതൊക്കെ ഓല അധികാരത്തിൽപ്പെട്ടതാണ്. ആര് കൊടുത്ത അധികാരം? അള്ളാഹു റസൂലും കൊടുത്ത അധികാരമല്ലടോ, ശൈത്താൻ കൊടുത്ത അധികാരം, ഇബ്ലീസ് കൊടുത്ത ലഅനത്തുല്ലാഹി അലൈഹി അവൻ കൊടുത്ത അധികാരമാണ് നിങ്ങൾ മശായിഖന്മാർക്ക്. ഇതൊക്കെ എല്ലാ ഹറാമും ഹലാലാക്കാനുള്ള അധികാരം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീയും നിന്റെ ഭാര്യയൊക്കെ സമാണ്. അപ്പൊ ഒരു പെണ്ണിനെങ്ങനെ ഒരു പൂച്ചക്കുട്ടിന്റെ പോലെയാണ്. അപ്പൊ ഇവരെ ഷെയ്ഖ് കുരുവട്ടൂർ ഷെയ്ഖന്നെ ആയിക്കോട്ടെ, ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും പൊട്ടന്മാരെ കെട്ടിയോളുമാരെ മടിയിൽ കെടുത്തിട്ട് ഇങ്ങനെ തടവി കൊടുക്കണ്. അപ്പൊ എന്ത് വിചാരിക്കണം? അതൊരു പൂച്ചക്കുട്ടിയെ തടവുകയാണ്. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ പൂച്ചക്കുട്ടികൾ പാലൊക്കെ കട്ടുകുടിക്കുമല്ലോ, അതുപോലെ ഈ മടി കിടക്കണ പൂച്ചന്റെ പാല് കുരുവട്ടൂർ ഹാഫിലൊക്കെ ഇങ്ങനെ കട്ടുകുടിക്കണമെങ്കിൽ അവിടെ നമ്മൾ മുണ്ടാൻ പാടില്ല. ഭക്തി ആദരവോട് ഇങ്ങനെ നോക്കി നിൽക്കണം. എന്നിട്ട് നമ്മളെ പഴയ പാട്ടുണ്ടല്ലോ, അംഗനവാടി പോയപ്പോ പാടിയ പാട്ട് ഇങ്ങനെ പൂച്ച നല്ല പൂച്ച അമ്മ വെക്കും പാല് കട്ട് തിന്നും പൂച്ച, അതെങ്ങനെ പാടിക്കാണ്ട് ഇങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇങ്ങനെ തുള്ളിക്കൊടുക്കണം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം എന്താ? നമ്മൾ അന്യ സ്ത്രീനെ നോക്കണ പാടില്ല, മശായിഖന്മാര് നോക്കല്. ആ നോട്ടത്തിന് വേറെ അർത്ഥങ്ങൾ ഉണ്ടാവും. കേട്ടോളി. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു അന്യ സ്ത്രീയെ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം കണ്ടു, അവിടെ നമുക്കുണ്ടാകുന്ന ഒരു മൈൻഡ് ഉണ്ടാകും, ഒരു ചിന്ത. ആ കണക്കിൽ ആ ശൈലിയിൽ മശായിഖന്മാരെ കാണാൻ പാടില്ല. അവരെ സമീപത്തെത്തിയാൽ ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈനൻ നിസാഇ വർ-റിജാൽ, അവിടെ പുരുഷൻ സ്ത്രീ കുട്ടി എന്ന വ്യത്യാസമൊന്നും അവിടെ ഉണ്ടാവുകയില്ല. അതൊന്നും നീ ചിന്തിക്കേണ്ടതില്ല. നിന്റേതായി എന്തെല്ലാം ഉണ്ടോ അതൊക്കെയും നീ വലിച്ചെറിഞ്ഞിട്ട് വേണം അവരെ മുന്നിലിരിക്കാൻ. കേട്ടല്ലോ കൗമേ, നമ്മൾ അന്യ സ്ത്രീനെ നോക്കണ പോലല്ല മശായിഖന്മാരെ നോക്കല്. നമുക്ക് അന്യ സ്ത്രീനെ നോക്കലും മറ്റുള്ള വിചാരങ്ങളും നമുക്ക് ഹറാമായിരിക്കും. മശായിഖന്മാർക്ക് അതൊക്കെ ഹലാലാണ്. കാരണം എന്താ? ഓൽക്ക് ആണ് പെണ്ണ് കുട്ടികള് വലിയോല് കളവിയാള് കുഞ്ഞുമക്കള് ഒന്നും വ്യത്യാസമല്ല, ഒക്കെ ഒരേപോലെയാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം. അതിന് വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റേതായി എന്തെല്ലാം നിന്റെ കയ്യിലുണ്ടോ അതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം ഷെയ്ഖിന്റെ മുമ്പിലിരിക്കാൻ. കാരണം എന്റേതായിട്ട് കാര്യമായിട്ട് ഇപ്പൊ എനിക്ക് എന്താ ഉള്ളത്? മൃഗങ്ങളെക്കാട്ടും കൂടുതലുള്ളത് ബുദ്ധി കൊടുത്ത് ആലോചിക്കാൻ ഒരു തലച്ചോറ്. അതങ്ങോട്ട് തുരന്നെടുക്കുക, അവിടെ ചാണകം ഉറപ്പിച്ചിട്ട് നേരെ ആ തലച്ചോറ് വലിച്ചെറിഞ്ഞിട്ട് വേണം ഈ ഷെയ്ഖിന്റെ മുമ്പ് പോയിരിക്കാന്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഹലാലായിരിക്കും. കാണുന്ന കാഴ്ചകളെല്ലാം സുന്ദരമായ കാഴ്ചകളായിരിക്കും. അത് ഞാൻ എൻ്റെ കെട്ടിയോളെ കയറി പിടിച്ചാലും എന്ത് തോന്നിയാസം ചെയ്താലും അതൊക്കെ ഹലാലായിരിക്കും, നല്ല നല്ല കാഴ്ചകളായിരിക്കും. ഇവരൊക്കെ അത് അനുഭവിക്കലുണ്ടാവുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ഇവന്മാരുടെ കെട്ടിയോളുമാരൊക്കെ ഈ ഹാഫിസിന്റെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കുമോ? അറിഞ്ഞൂടാ. പറട്ടവല് ഞങ്ങളെ കെട്ടിയോളന്മാരൊക്കെ ഹാഫിസിന് മുമ്പ് പോയിട്ട് അവിടെ ഇങ്ങനെ പോയിരിക്കലുണ്ട്. ഇങ്ങനെ മടവൂർ ഷെയ്ഖ് കാണിച്ച മാതിരി ഇങ്ങനെ അവരെ തടവലുണ്ട്. ഞങ്ങളത് ചോദ്യം ചെയ്യലില്ല, ഞങ്ങളത് കണ്ട് ആസ്വദിക്കലാണ്. അവന്മാർ പറട്ടെന്നാല് പറയിരിക്കും. അത്രയും ഉളുപ്പില്ലാത്ത വർഗല്ലേ ലോക ചരിത്രത്തിൽ ഉണ്ടായിണ്ടോ ഇത്രത്തോളം വൃത്തികിട്ട വർഗം? കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ, ഇതുപോലെ മശായിഖന്മാർ എന്ന് പറയുന്ന തമ്മാടിയാളെ കഥ. ഇനി വരെ കെട്ടിയോളുമാരോ അവര് റസൂലുള്ളാന്റെ ഭാര്യമാരെ പോലെയാണ് ഈ നമുക്ക് പറയണ. കേട്ടോളി.
അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം മറന്നു പോകരുത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി എന്ന് പറയുന്നത്, റസൂൽ എന്ന് പറയുന്നത് അവരുടെ ശരീരങ്ങളെക്കാൾ അവർക്ക് ബന്ധപ്പെട്ടവരാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന്റെ ഉമ്മമാരാണ്. ഉമ്മ എന്ന പരിഗണനയിലാണ് അവരെ കാണേണ്ടത്. മശായിഖന്മാരുടെ ഭാര്യമാർ അവരും അതേ സ്ഥാനത്താണ്. ഈ അഹ്ലിൽ ജീവിക്കുന്നവർക്ക് മുഴുവനും അവരുടെ ഭാര്യമാരായി വരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള മഹതിമാർ അവരെ ഉമ്മ എന്ന രൂപത്തിൽ ആദരിച്ചോളണം. ഉമ്മയാണെന്ന് മനസ്സിലാക്കണം, ഉമ്മഹാത്തുൽ മുഅ്മിനാണെന്ന് പഠിക്കണം. നാണും മാനും കേട്ടോ വിളിച്ചു പറയാണ് മശായിഖന്മാരുടെ ഭാര്യമാര് നമുക്ക് ഉമ്മയാണേന്ന്. അതിൽപ്പെട്ടൊരു ഉമ്മയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജില് മുടിയും കാണിച്ചിട്ട് കണങ്കയും കാണിച്ചിട്ട് ഔറത്തിന്റെ ഭാഗങ്ങളും കാണിച്ചിട്ട് തെണ്ടിത്തിരിഞ്ഞിരുന്നത്. ഇവളൊക്കെയാണ് എൻ്റെ ഉമ്മ. ഇവളൊക്കെയാണ് ഉമ്മ എന്ന് വിളിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യേ, മമ്മീന്ന് വിളിച്ചോ. നമുക്ക് പേരിന് ഉമ്മ എന്നുള്ള വിളി ആയും ചെയ്തു. എന്നാൽ സ്വഭാവം അനുസരിച്ച് ഒരു വെസ്റ്റേൺ ടച്ചും ആയി. റസൂലുള്ളാന്റെ ഭാര്യമാരെ പോലെയാണല്ലോ പല ഈ തൊലിഞ്ഞ ശേഖന്മാരെ ഭാര്യമാര്. എടോ, റസൂലുള്ളാന്റെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ മാതാക്കളാണ്. അതുപോലെയാണ് ഈ കുരുവട്ടൂർ ഹാഫിദിന്റെ അടക്കമുള്ള ഭാര്യമാരെ സ്ഥാനം. ആ ഗ്ലോബൽ വില്ലേജ് കൂടി തലമറക്കാതെ മുടിയും കാണിച്ചിട്ട് കണങ്കയും കാണിച്ചിട്ട് നിന്റെ ഓളെ കുറിച്ചായി പറഞ്ഞത്. മനസ്സിലായോ? റസൂലുള്ളാന്റെ ഭാര്യമാരെ മറ്റുള്ള സത്യവിശ്വാസികൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല, കാരണം അവർ ഉമ്മാന്റെ സ്ഥാനത്താ. അതുപോലെയാണ് അവനും ഈ കുരുവട്ടൂർ ഹാഫിദ് നാളെ തട്ടിപ്പോയി ഓന്റെ കെട്ടിയോളെ വേറെ ആർക്കും കെട്ടാൻ പാടില്ല, കാരണം ഉമ്മാന്റെ സ്ഥാനത്തല്ലേ. എന്താണ് ഈ പറഞ്ഞ ശൈത്താന്മാര്? സുഹൃത്തുക്കളെ, കഴിഞ്ഞില്ല ഈ ദജ്ജാലുകള്, ഈ കാലഘട്ടത്തിലെ ദജ്ജാലുകള്, ഇസ്ലാമിന്റെ 1-ാം നമ്പർ ശത്രുക്കള്, ഇവലെ ഷെയ്ഖ് ഗ്ലോബൽ വില്ലേജിൽ തെണ്ടിത്തിരിഞ്ഞിനെ ന്യായീകരിച്ചുകൊണ്ട് അതിന് സമാനമായ കഥ ഉണ്ടാക്കാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് കേട്ടോളി, ഞെട്ടലോടെ കേട്ടോളി. നിങ്ങൾക്ക് നമ്മുടെ ഷെയ്ഖുനെ നിങ്ങൾ ഏത് പേരിലും അങ്ങനെ തന്നെയല്ല അബൂജഹൽ പറഞ്ഞത്. അബൂജഹൽ ഓരോ നാട്ടിലും പോകും. എത്യോപ്യയിലേക്ക് ഇവർ ആളെ വിട്ടു. മക്കയിലുണ്ടൊരു ചങ്ങാതി അങ്ങനെ ഗ്ലോബൽ തെണ്ടിയാണ്, മക്കയിലുണ്ടൊരു ചങ്ങാതി അങ്ങനെ ഗ്ലോബൽ തെണ്ടിയാണ്, മക്കയിലുണ്ടൊരു ചങ്ങാതി അങ്ങനെ ഗ്ലോബൽ തെണ്ടിയാണ്, അപ്പിടിയാണ് ഇപ്പിടിയാണ് അങ്ങനെ പറഞ്ഞു. രാജാവ് ഇതൊക്കെ കേട്ടു. ആഹാ, അതാരാ ഒന്ന് പഠിക്കണം. രാജാവ് ആളെ വിട്ടു, ആ വിഷയം പഠിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതല്ലേ നടക്കാൻ പോണത്? എന്താണോ അവനീ പറയണത്? ആരെ കുറിച്ച് അവനീ പറയണത്? ഭൂലോക കള്ളനാണ് അബൂജഹൽ. ഓനെ കുറിച്ചും പച്ചക്കളവ് ഓന്റെ പേരിലും. അബൂജഹൽ എത്യോപ്യൻ രാജാവിന്റെ അടുത്തേക്ക് വിട്ട ആളോട് പറഞ്ഞത്രേ, മക്കയിലെ നമ്മളെ നാട്ടിൽ ഗ്ലോബൽ തെണ്ടിണ്ട്. ഇതെനിക്ക് പറയാൻ പ്രയോഗിക്കാൻ ഈ പദപ്രയോഗം നടത്താൻ എനിക്ക് മേനി വിറക്കുന്നുണ്ട്. നമുക്ക് എന്തും പറയാലോ. അബ്ബലെ ഷെയ്ഖ് ഗ്ലോബൽ വില്ലേജിൽ തെണ്ടിത്തിരിഞ്ഞിനെ കുറിച്ച് റസൂലുള്ളാഹിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞോന്ന് ആരാടോ പറഞ്ഞത്? റസൂലുള്ളാഹിനെ കുറിച്ച് അങ്ങനെ ഇതിന് സമാനമായൊരു പദപ്രയോഗം അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ പോലും നടത്തിയിട്ടില്ല. അവർ റസൂലിനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ വേറെയായിരുന്നു. ഇതുപോലത്തെ വൃത്തിവിട്ട പദപ്രയോഗങ്ങൾ അവർ പോലും നടത്തിയിട്ടില്ല. എന്നിട്ട് അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആസ്വദിക്കുമ്പോൾ തെളിവുണ്ടാക്കുകയാണ്, ഇവന്റെ ഷെയ്ഖിനെ ന്യായീകരിക്കുകയാണ് ഈ തെമ്മാടികള്. ഇനി ഇതൊക്കെ പറയുമ്പോണ്ടാവും ചില നിഷ്പക്ഷ നിർഗുണന്മാര് എന്നെ വിളിച്ചിട്ട് ഒന്ന് മയപ്പെടുത്തി പറഞ്ഞുവിടാൻ. സൗകര്യമില്ലടോ മയപ്പെടുത്തി പറയാന്. ഇവരെ കുറിച്ചൊക്കെ എങ്ങനെയാണോ മയപ്പെടുത്തി പറയണത്? പരിശുദ്ധ ഇസ്ലാമിന്റെ ഷിയാറുകളെ, പ്രവാചകന്മാരെ കൊച്ചാക്കുന്ന ഈ തെമ്മാടികളെ കുറിച്ച് മയപ്പെടുത്തി പറയേ. ഞങ്ങൾ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഞങ്ങളെ റസൂലിനെ കുറിച്ചാണ് ഈ തെമ്മാടി പദപ്രയോഗം നടത്തിയത്. മനസ്സിലായോ? അതിനെ കുറിച്ച് മയപ്പെടുത്തി സംസാരിക്കല്ലേ. വേറെ കുറച്ച് നിഷ്പക്ഷന്മാർ എനിക്ക് മെസ്സേജ് അയച്ചേക്കുക, എന്റെ കയ്യിലുണ്ട്. എന്ത്? ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ കൊത്തിപ്പറിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒറ്റക്കെട്ടായി നീങ്ങുന്നതിന് പകരം ഇങ്ങനെ പരസ്പരം തല്ലുകൂടുകയാണോ നിഷ്പക്ഷ നിർഗുണന്മാർ? ഓയ് പണിയേക്കോളൂ. ഏത് ഇസ്ലാമിന്റെ ശത്രുക്കള്? ഇസ്ലാമിന് ശത്രുക്കളില്ലാത്തൊരു കാലഘട്ടം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടോ? ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ശത്രുല്ലായിരുന്നു ഫിറഔന്, നമ്രൂദ്, അബൂജഹൽ അല്ലേ? എന്നിട്ട് അന്നൊന്നും ഇസ്ലാമിക പ്രബോധനം ആരും നടത്തിയിട്ടില്ല. മുസ്ലിം നാമധാരികളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ പോയിരുന്നു. അബൂജഹലും അബൂബക്കറും അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ജൂതന്മാർക്കെതിരെയും നസാറാക്കൾക്കെതിരെയും എല്ലാവർക്കെതിരെ ഇങ്ങനെ മജൂസികൾക്കെതിരെ ഇങ്ങനെ നേരിടായിരുന്നു തന്നെ. ഈ നിഷ്പക്ഷന്മാരോട് പറയാള് ആ ഒറ്റക്കെട്ടിലുണ്ടല്ലോ, മുസ്ലിം സമുദായത്തിന്റെ ഒറ്റക്കെട്ടായിട്ട് പോകണം എന്നുള്ള ആ ഒറ്റക്കെട്ടിൽ ദയവേത് ഇന്നെ കൂട്ടിക്കെട്ടണ്ട, വേറെ ആരെയും പിടിച്ച് കെട്ടിക്കൊള്ളിയും. ആ ഐക്യസംഘത്തിൽ ഞാനില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഇവന്മാരെ പോലെയുള്ള വൃത്തികെട്ടന്മാരുണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ഖുർആന്റെ ആളുകളാന്ന് പറയാ, ഞങ്ങൾ അള്ളാന്റെ ആളുകളാന്ന് പറയാ, ഞങ്ങൾ റസൂലിന്റെ ആളുകളാന്ന് പറയാ, ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാന്ന് പറയാ. എന്നിട്ട് പരിശുദ്ധ ഖുർആനും അള്ളാന്റെ റസൂലും ഇസ്ലാമിക പ്രമാണങ്ങളും മുഴുവനും പഠിപ്പിച്ച കാര്യങ്ങൾക്കെതിരെ പരസ്യമായിട്ട് ഉറഞ്ഞു തുള്ളുക, തോന്നിയാസങ്ങൾ വിളിച്ചു പറയുക. എന്നിട്ട് ഇസ്ലാമിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട് ആ വേഷം ധരിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുക. ഇതുപോലൊരു വൃത്തികെട്ട കൗമ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉമ്മാരെ പോലെ
ഇവരെ കൂട്ടിയിട്ട് എന്ത് ഐക്യ സംഘാടനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോണത്? ഈ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്നത്, ഈ അണ്ടകടാഹങ്ങൾ നിയന്ത്രിക്കുന്നത്, ഗോളങ്ങളും സൂര്യനും നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നത്, ഭൂമിയും ആകാശവും നിയന്ത്രിക്കുന്നത്, എല്ലാം നിയന്ത്രിക്കുന്നത് 35 കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്ന് മരണപ്പെട്ടു പോയ ഒരു മാനസിക രോഗിയാണ് എന്ന് പറയുന്ന ഇവനെ പോലെയുള്ള മുസ്ലിം നാമധാരികളും അതല്ല, ഇതെല്ലാം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും ഏകനായ അള്ളാഹു ആണ് എന്ന് പഠിപ്പിക്കുന്ന വിശ്വസിക്കുന്ന ഒരു മുവഹിദും തമ്മിൽ ഐക്യോ? എന്ത് ഐക്യടോ ഇത്? അതോടെ നിൽക്കട്ടെ, കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. യുവമാർ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളാണ്, മതമേലങ്കി അണിഞ്ഞ മതനിഷേധികൾ. ആരിഫ് ഹുസൈനെ പോലെ, ലിയാഖത്ത് അലിയെ പോലെ, EA ജബ്ബാറിനെ പോലെയുള്ള പടപ്പുകളാണ് അവരൊക്കെ. അവർക്ക് ഇസ്ലാമിന്റെ വേഷമല്ല, യുവമാർക്ക് അതുണ്ട്, അത്ര വ്യത്യാസമുള്ളൂ. യുവമാരെ പേരൊക്കെ ഒന്നാണ് മാറ്റിയിട്ട് ആരിഫ് ഹുസൈൻ അഹ്സനി, ലിയാഖത്ത് അലി സഖാഫി, EA ജബ്ബാർ അൻവരി അങ്ങനെ കാക്കി കളികൾ പേര് സമുദായത്തിന് തിരിച്ചറിയാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. കാരണം ഇവരുടെ മതം ഇസ്ലാം മതമല്ല, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമല്ല. ഇവരുടെ മതമാണ് മടവൂർ മതം, ഇവരുടെ ദൈവമാണ് CM മടവൂർ. ഇത് വേറെ മതം തന്നെയാണ് ഇവന്മാര്. ആ മടവൂർ മതത്തെയും മടവൂർ ദൈവത്തെയും അനുകൂലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ ശൈത്താന്മാരെയും ഇവർ തലയിലേറ്റി നടക്കും. അതിലെന്തെങ്കിലും ഇളക്കം പറ്റിക്കഴിഞ്ഞാൽ അവർ തള്ളിപ്പറയും. അതാണ് അവരുടെ രീതി. ഇവർ ഈ മടവൂർ മതത്തിനെ കുറിച്ച് പറയുന്നതും അതിന്റെ ആളുകളെ കുറിച്ച് പറയുന്നതും കേട്ടു നോക്കി. ഇനി അതിന്റെ കുറച്ച് പൊള്ളത്തരങ്ങൾ പറഞ്ഞുതരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മടവൂര് ശൈഖുനയെ മാറ്റിവെച്ചിട്ട് ഒരു സിറാത്ത് മുസ്തഖീം നമ്മൾ തിരയാൻ പോകുന്നില്ല, അതിന്റെ ആവശ്യമില്ല. നമുക്കതാണ് നമ്മളെ സിറാത്ത് മുസ്തഖീം. ശൈഖുന എന്താണോ നമ്മളോട് ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞത്, എന്താണോ അവിടെ നിന്ന് നമ്മളോട് കാണിച്ചു തന്നത്, എന്താണോ മടവൂര് ശൈഖുനയുടെ നിർദ്ദേശം, അതാണ് നമ്മുടെ സിറാത്ത് മുസ്തഖീം. അപ്പൊ ഒരു ചോദ്യം, മടവൂര് ശൈഖുനയുടെ 32ാമത്തെ ഉറൂസല്ലേ നിങ്ങളിപ്പോ നടത്തിയത്? പിന്നെ എങ്ങനെയാ മടവൂര് ശൈഖുനപ്പുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, അല്ലാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ, AP ഉസ്താദ് പറഞ്ഞു, ഇന്നും എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനരായ മടവൂർ ശൈഖുനയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സിറാത്തുൽ മുസ്തഖീം ഈ പിരാന്തം മടവൂരാണ്. ആ മടവൂർ ശൈഖുനെ കാണിച്ചു തന്നതാണ് നമ്മളെ സിറാത്തുൽ മുസ്തഖീം. എന്താണ് മടവൂർ ശൈഖുനെ കാണിച്ചു കൊടുത്തത്? നിസ്കരിക്കണ ആൾക്കാരെ കണ്ട ചൂടുള്ള കോയിമുട്ട അവന്റെ അണ്ണാക്കിൽ തിരികെ അവന്റെ നിസ്കാരം കൊളാക്കുക. നോമ്പ് നോക്കരുത്, നോമ്പ് നോറ്റവനെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം കൊടുത്തിട്ട് മുറിപ്പിക്കുക. സ്വന്തം ഉമ്മ സലാം പറഞ്ഞ് കൊല്ലങ്ങളോളം പിന്നാലെ നടന്നാലും സലാം അടക്കരുത്. സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിക്കാം, ഇരുമ്പിന്റെ വടിയെടുത്തിട്ട് അങ്ങനെ സ്വന്തം ശരീരത്തിനെ മർദ്ദിക്കുക, കിണറ്റിച്ചാടുക, മൂത്രയിക്കാൻ മനരിക്കാതെ നടക്കുക, ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് വയറു നിറയെ വെട്ടിപിണിങ്ങിട്ട് പൈസ കൊടുക്കാതെ മുങ്ങ. ഇതൊക്കെയാണ് മടവൂർ ശൈഖുനെ നമുക്ക് കാണിച്ചത്. അതാണ് നമ്മളെ സിറാത്തുൽ മുസ്തഖീം. അത് വിട്ടിട്ടൊരു സിറാത്തുൽ മുസ്തഖീം നമുക്കില്ല. ഇതിന് തെളിവ് എന്ത്? ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇന്നും എന്നെ നിയന്ത്രിക്കുന്നത്, എല്ലാ കാലഘട്ടത്തിലും എന്നെ നിയന്ത്രിക്കുന്നതും എനിക്ക് വഴി കാണിക്കുന്നതും മടവൂർ ശൈഖുനയാണ് എന്ന് AP ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇത്രയും കാലം കഴിഞ്ഞ കൊല്ലം വരെ ഇവന്മാർ ഇത് പറഞ്ഞു നടന്നിട്ടോ. എന്ത്? മടവൂർ ശൈഖുനയാണ് ഇന്നും AP ഉസ്താദിനെ നിയന്ത്രിക്കുന്നത്. AP ഉസ്താദിന് മടവൂരിന്റെ സൂപത്ത് കിട്ടിയ ആളാണ്. എന്ത് കാര്യങ്ങളും ജീവിതകാലത്തും അല്ലാത്ത സമയത്തൊക്കെ മടവൂർ ശൈഖുനാന്റെ അടുത്ത് പോയിട്ടാണ് AP ഉസ്താദ് ചെയ്തിരുന്നത്. ഞങ്ങളെ സുൽത്താനുൽ ഉലമ, ഞങ്ങളെ ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കൊല്ലം വരെ കാന്തപുരത്തിനെ തലയിലേറ്റി നടന്ന ഇവന്മാര് ഇപ്പോ ഇക്കൊല്ലം മുതൽ പച്ചത്തേറി പറയണ കാന്തപുരത്തിന. കേട്ടോളി. കറാമത്ത് പറയുമ്പോൾ അത് ഉൾക്കൊണ്ടതാവണം എന്ന് ഇന്നലെ CM സെന്ററിൽ വെച്ച് പറഞ്ഞത് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടത് പറയിപ്പിച്ചതോ ശിഷ്യനും മോനും, വലിയ മോനല്ലേ, കുറ്റ്യാടിയിലെ മോന് ഹക്കീമും ഈ ചങ്ങാതിയും കൂടി കൂടിയാൽ എന്തും പറയിപ്പിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞത് വരെ അദ്ദേഹത്തിനെതിരായി സാക്ഷി നിൽക്കും. അദ്ദേഹത്തിന്റെ 2 അനുഭവം ആദ്യം പറഞ്ഞു. എല്ലായിടത്തും പറയുന്ന 2 അനുഭവം. ഒന്ന് വിയർപ്പ് മാറിയതും വേറൊന്നിനാ ഊടൂര് വാദപ്രതിവാദം. ഇത് രണ്ടും എല്ലാവർക്കും ഉണ്ടാകുക, വേറൊരു സാധനമില്ല. അതിന്റെ അർത്ഥം തന്നെ എന്താ? സുഹബത്ത് കിട്ടിയിട്ടില്ല. സുഹബത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ എപ്പോഴെങ്കിലും ഒരു പനി മാറാനോ വിയർപ്പ് മാറാനോ പോകലല്ല, സംവാദത്തിന് സമ്മതം ചോദിക്കാൻ പോകലല്ല, മുലാസിമായി അവരെ കൂടെ ഉണ്ടാകലാണ്. എല്ലാ സമയത്തും അവരെ കൂടെ ഉണ്ടാകണം. അങ്ങനെ ഒരു സുഹബത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അബദ്ധത്തിൽ നിങ്ങൾ ചാടില്ലായിരുന്നു. ഇതിപ്പോ എന്തായാലും ഈ കളമറച്ചില് ഈ അടുത്ത സമയം വരെ കാന്തപുരം ഉള്ളോണ്ട് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും കാന്തപുരം പോലെ കൈവെടിഞ്ഞു. അത് വെടിഞ്ഞതോടുകൂടി ഇപ്പൊ കാന്തപുരത്തിനെ പച്ചത്തെറി പറഞ്ഞെടുക്കാണ്. മടവൂരിന്റെ സുഹബത്ത് കിട്ടിയിട്ടില്ല, അതാണ് ഇതിനൊക്കെ കാരണം. ഇത്രയും കാലം പറഞ്ഞതോ
ഇത്രയും കാലം പറഞ്ഞത് മടവൂരിനോട് ചോദിക്കാതെ കാന്തപുരം മുള്ളൂലാന്നായിരുന്നു. മടവൂരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്നും കാന്തപുരം ജീവിക്കുന്നത്. ഇത്രയും കാലം വായിട്ടലച്ച, കഴിഞ്ഞ കൊല്ലം വരെ വായിട്ടലച്ച ആൾക്കാരാ. കേട്ടോളി. AP ഉസ്താദ് ചെയ്ത പണി എന്താ? മഹാനരായ മടവൂർ ശൈഖുനയായിട്ട് ബന്ധം സ്ഥാപിച്ചു. അതെന്താണ്? മുലാസിമായ സുഹബത്ത. മറ്റേ പോക്കല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ പോക്കല്ല. ഇടയ്ക്കിടെ പോവുകയാണ്, ആ ബന്ധം സ്ഥാപിക്കുകയാണ്, കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അവിടത്തോട് ചോദിക്കുകയാണ്. ആഴ്ചക്ക് പോവുക, ശൈഖുനാനെ കാണുക, ശൈഖുനാടെ പടന്ന വീട്ടിൽ ശൈഖുനുള്ളപ്പോൾ അവിടെ ചെന്നിരിക്കുക, ശൈഖുനാനായിട്ടൊന്ന് കാണുക. ആ ബന്ധം അങ്ങനെ നിലനിർത്തി. ശൈഖുനായുടെ വഫാത്ത് സംഭവിച്ചു. AP ഉസ്താദ് അവസാനിപ്പിച്ചില്ല. ഇപ്പൊ നോക്കുങ്ങള്, ഉസ്താദിന് വയസ്സ് 80-ലേറെ ആയില്ലേ? അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഉസ്താദ് അവറുകള് അന്ന് മടവൂര് ശൈഖുനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത മഹാന്മാരായ, അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയ, ഇന്നും ജീവിച്ചിരിക്കുന്ന മശായിഖന്മാർ പറഞ്ഞല്ലോ, ഞാൻ കിടക്കുന്ന CM, അവർ നടക്കുന്ന CM എന്ന് മടവൂർ ശൈഖുനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത, ഞാൻ അവരെ വലിയാക്കിയിരിക്കുന്നു എന്ന് മടവൂർ ശൈഖുനെ പ്രവചിച്ച, അതെ ഇനി എന്നെ കാണുന്നതിന് പകരം നിങ്ങൾ അവരെ കണ്ടുകൊള്ളുക എന്ന് മടവൂർ ശൈഖുന പറഞ്ഞ, അമ്പിയാ ഉലിയാക്കൾ പെട്ടവരാണവർ എന്ന് മടവൂർ ശൈഖുന പറഞ്ഞ, ഇന്നും ജീവിച്ചിരിക്കുന്ന AP ഉസ്താദിനേക്കാൾ പ്രായം വളരെ കുറവുള്ള മഹാന്മാരായ മശായിഖന്മാരുമായി മടവൂർ ശൈഖുനയുമായുള്ള ബന്ധം AP ഉസ്താദ് തുടർത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലടോ, നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ചങ്ങായിമാരെ, നിങ്ങൾ ഓരോ സ്റ്റേജിലും എന്തെങ്കിലും അടിച്ച് കയറ്റിയിട്ട് വല്ല MDMA, കഞ്ചാവോ അല്ലെങ്കിൽ വന്യം വെള്ളം അടിച്ച് കയറ്റിയിട്ടായി പ്രസംഗിക്കണേ തന്നെ? ഇത് 1.5 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാണ്. AP ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ AP ഉസ്താദിന്റെ ഈ ക്വാളിറ്റിന്റെ കാരണം എന്താ? മടവൂർ ശൈഖുനായിട്ടുള്ള മുലാസിമായ സുഹബത്ത്, ബന്ധം, മുറിയാത്ത ബന്ധം. അങ്ങനെ ആഴ്ചയിൽ ചെല്ലും. ഞാൻ ഇപ്രാവശ്യം എന്താണ് ചെയ്യേണ്ടത്, കക്കൂസ് പോണോ, മൂത്രയിക്കണോ, അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും മടവൂരിനോട് ചോദിച്ചിട്ടേ കാന്തപുരം ചെയ്യുള്ളൂ. മടവൂരിന്റെ മരണശേഷം അത് അടിവരണം. മടവൂരിന്റെ മരണശേഷം പിന്നെ മടവൂരിനോട് ചോദിക്കൂല. കാര്യം എന്താ? അത് പോയി, ഇനി അവിടെ പോയി നിന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. അവർക്കൊക്കെ അറിയാം, മരിച്ചു കഴിഞ്ഞാൽ പവർ കൂടുന്നൊക്കെ കൗമിനെ പറ്റിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ മടവൂരിന്റെ മരണശേഷം പിന്നെ മടവൂര് വലിയാക്കി വരുത്തേണ്ടത്രേ. മടവൂര് വലിയാക്കി എന്ന് മാത്രമല്ല, ഞാൻ കിടക്കുന്ന CM, അവൻ നടക്കുന്ന CM. ഇനി തലകുത്തി മറിയുന്ന CM വേറെ ഉണ്ടാവും, പമ്പരം കറങ്ങുന്ന CM വേറെ ഉണ്ടാവും. അങ്ങനെ ഈ നടക്കുന്ന CM ഒരുത്തം, ആ നടക്കുന്ന CM ഉണ്ടല്ലോ, ഓനെ കുറിച്ച് ഞാൻ എപ്പിസോഡ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, അതാണ് നിൽക്കട്ടെ തൽക്കാലം. ആ നടക്കുന്ന CM അത് മടവൂര് വലിയാക്കിയ ആളാണ്, അമ്പിയാ ഔലിയാക്കളിൽ പെട്ടവനും കൂടിയാണ്. അത്ര പോലീസിയാക്കപ്പെട്ട ഒരു സാധനത്തിന്റെ മുമ്പിൽ കാന്തപുരം പോയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് കാന്തപുരം ജീവിക്കലേ എന്ന് കഴിഞ്ഞ കൊല്ലം മുമ്പാൽ പ്രസംഗിച്ചതാ. കൊല്ലം 1.5 ആയപ്പോതിന് ഇവർ നേരെ തല കുത്തനം പറഞ്ഞു. ഇപ്പൊ ഈ കാന്തപുരത്തിനില്ലാത്ത കുറ്റല്ല, മനസ്സിലായോ? അപ്പോഴോ നിങ്ങൾ മടവൂരിന്റെ കറാമത്ത് കഴിഞ്ഞില്ലേ? കാന്തപുരം എങ്ങനെ പഴച്ചോനാണെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. മടവൂര് വലിയാക്കിയ ആള്, ആ ആളെയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടേതാ, ഇയാളെ പോക്ക് പൊടുത്തം വിട്ടിട്ടുണ്ട്, ഇയാൾ മഷായിഖന്മാർക്ക് എതിരാൻ പോവാണ്, മടവൂരിനെതിരാൻ പോവുകയാണ്, അവിടെ കാന്തപുരത്തിന് നിങ്ങൾ വല്ലാതെ നമ്പണ്ടാന്ന് നിങ്ങളെ കുരുവട്ടൂർ ആഫീസ് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞേരണ്ടേ. മടവൂര് വലിയാക്കിയ അമ്പിയാ ഉളിയാക്കളിൽപ്പെട്ട ഓണ്ടല്ലോ, ഓൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞേരണ്ടേ. ഞങ്ങൾക്ക് ഇങ്ങനെ കാന്തപുരത്തിന് ഇങ്ങനെ പൊക്കി പ്രസംഗിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇത്ര ഉള്ളൂ നിങ്ങളെ കറാമത്തിന്റെ ചാർജ്, നിങ്ങൾ ഔലിയാക്കളെ പോലീസ് എത്ര ഉള്ളൂ? ഇതൊക്കെ ബടായി പറഞ്ഞ് കൗമിനെ പറ്റിക്കുക എന്നല്ലാതെ മടവൂർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൊണ്ട്, മറ്റേ ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇങ്ങക്ക് അപ്പ കാണണോൻ അപ്പാന്ന് വിളിക്കണം. ഇന്നലത്തെ ശത്രു ഇന്ന് മിത്രം, ഇന്നത്തെ മിത്രം നാളെ ശത്രു. അതിന്റെ കാരണം എന്താ? നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങളെ മാനദണ്ഡം. അപ്പൊ സഹോദരങ്ങളെ, ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുണ്ടല്ലോ, ഈ മടവൂരുമായി എല്ലാ കാലത്തും മുലാസിമായ സുഹബത്ത് വെച്ച് പുലർത്തിയിരുന്ന ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് മടവൂര് മരിച്ചതിന് ശേഷം മടവൂര് നിർദ്ദേശിച്ച, മടവൂര് വലിയാക്കിയ ആളുടെ നിർദ്ദേശപ്രകാരം ജീവിച്ചിരുന്ന ഈ കാന്തപുരം മുസ്ലിയാരെ കുറിച്ച് ഇപ്പൊ ഒരു പറഞ്ഞു കേട്ടോക്കി. നിങ്ങളാരവിടെ പെർമാണികള്? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? എടോ, ഇത് ഇന്ത്യ രാജ്യ. ഇത് അവരവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം തരുന്നുണ്ട്. അതിന് നിങ്ങൾ ഈ കാന്തപുരത്തിന്റെ ഗുണ്ടായിസം, പണ്ടത്തെ ടൈഗർ ഫോഴ്സ്, ജമിയത്തുൽ ഇഹ്സാനിയ, ആൾക്കാരെ കൊല്ലല്, അമുസ്ലിങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരല്, സിനിമാ ടാക്കീസിന് തീ കൊടുക്കല്, കള്ളിഷാപ്പ് കത്തിക്കല്, അങ്ങനൊക്കെ നിങ്ങൾ ഗുണ്ടായിസം നടത്തിയ ഒരു കാലങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്താണ് കാന്തപുരത്തിന്റെ ഗുണ്ടായിസം? ആളുകളെ കൊല്ലല്,
അമുസ്ലിങ്ങളുടെ വാഹനങ്ങൾ നശിപ്പിക്കല്, സിനിമാ ടാക്കീസ് നശിപ്പിക്കല്, ബിൽഡിങ്ങുകൾ തകർക്കല്, അങ്ങനെ തുടങ്ങി നിങ്ങൾ ഗുണ്ടായിസം നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതേറ്റ് ഇങ്ങോട്ട് വരണ്ടാന്നാ. ഏതാ കാലം? ഏതാണോ കാലം? അന്റെ മടവൂർ ശൈഖുനാന്റെ സുഹബത്തായിട്ട് കാന്തപുരം നടന്നിരുന്ന കാലം. അന്ന് മടവൂർ മരിച്ചക്കണമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ആ കാലഘട്ടത്തിലാണ് ജമിയത്തുൽ ഈസാനിയും ടൈഗർ ബോയ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. ഈ മടവൂരിന്റെ അനുഗ്രഹത്തോടു കൂടി കാന്തപുരം നടന്നിരുന്ന കാലം. കാന്തപുരം കഴിഞ്ഞ കൊല്ലല്ലേ അങ്ങക്ക് വെറുക്കപ്പെട്ടവനായത്? അതുവരെ മടവൂരിന്റെ സുഹബത്തായിട്ട് നടന്നിരുന്ന ആളായിരുന്നല്ലോ. മടവൂർ മരിച്ചതിന് ശേഷം ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ പിന്നാലെ നടന്ന ആളാണെന്നല്ലോ കാന്തപുരം, അല്ലേ? എന്നിട്ട് പറയാണ് അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഏത് കാലത്തെ ചരിത്രവും പറയണത്? 30-35 കൊല്ലം മുമ്പത്തെ ചരിത്രം. അന്നാണ് അത്ര കാന്തപുരം ഈ ഗുണ്ടായുസം നടത്തിയിരുന്നത്. മടവൂരിന്റെ നിർദ്ദേശപ്രകാരം മാത്രം കാന്തപുരം ജീവിച്ചിരുന്ന കാലമായിരുന്നത്. ചോദിക്കട്ടോ, മടവൂരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നോ അക്കാലഘട്ടത്തിൽ കാന്തപുരം ഗുണ്ടായുസം കളിച്ചിരുന്നത്? ആളെ കൊന്നിരുന്നത്? ആളെ കൊന്നു എന്ന് പറഞ്ഞല്ലോ. മറ്റുള്ള ആളുകളുടെ സാധനങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. ജമിയത്തുൽ ഈസാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. അവർ ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ മടവൂരിന്റെ നിർദ്ദേശപ്രകാരമാണ് കാന്തപുരം ചെയ്തിരുന്നത് എന്നല്ലേ നിങ്ങൾ പറയണത്? അന്ന് മടവൂരിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ കാന്തപുരം മുള്ളൂലല്ലോ. ആ കാലഘട്ടമാണല്ലത്. പോയിരടോ കാര്യം. നിങ്ങളെ മടവൂര് എന്ത് വലിയടോ? അയാൾക്കെതിരെ മരണാനന്തരം കേസെടുക്കണം. അയാളാണ് ഇതിലൊക്കെ നേതൃത്വം കൊടുത്തതെങ്കിൽ. കഴിഞ്ഞില്ല കാന്തപുരത്തിന്റെ മോന്റിൻ ക്വാളിറ്റി. കേട്ടോളി. എന്താ അപ്പൊ നിങ്ങളെ അവസ്ഥ? ഇപ്പൊ നിലവരുത്തം പ്രസംഗിക്കുന്നുണ്ട്, കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വലിയുണ്ടെങ്കിൽ അത് AP അബൂബക്കർ മുസ്ലിയാരാണ്. ഷെയ്ഖ് ഏറ്റവും വലിയ ഷെയ്ഖ്. കുഴപ്പമൊന്നുമില്ല, ഷെയ്ഖിന് വയസ്സെന്നൊക്കെ അർത്ഥം ഉണ്ടല്ലോ. ആ നിലക്ക് ഗുണ്ടായിസത്തിന് ഇമാമായി നിൽക്കുന്ന ഷെയ്ഖ് എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം വെച്ചോളി. ബാബി മോനും കൂടി കൂടിയിട്ട് ഉള്ളിൽ നിന്നും പതാളോ പണി, കുത്തിത്തിരിപ്പിന് നേതൃത്വം നൽകുക. കേട്ടൊടുക്കി കൗമേ, ഗുണ്ടായുസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമാണത്രേ കാന്തപുരം മോനും. ഇത് നമ്മൾ പറയില്ല, ഇത്രയും കാലം തോളിലേറ്റ് നടന്നിരുന്ന യുവന്മാരായി പറയണത്. അപ്പൊ ചോദിക്കട്ടോ, എന്തു പറ്റി നിങ്ങളെ കാന്തപുരത്തിന്? ഈ മടവൂരിന്റെ എല്ലാ രംഗത്തും മുൻപന്തിലുണ്ടായിരുന്ന കാന്തപുരം മടവൂർ മരിച്ചപ്പോൾ അമേരിക്കൻ യാത്ര ക്യാൻസലാക്കിയിട്ട് കാന്തപുരം ഒപ്പം നിന്നിട്ടാണ് മടവൂരിനെ മരിപ്പിച്ചത്. മയ്യത്ത് കുളിപ്പിച്ചത് കാന്തപുരം, കഫൻ ചെയ്തത് കാന്തപുരം. എന്നിട്ട് പോണ പോക്കല് ആ വണ്ടി, മയ്യത്ത് കൊണ്ടുപോണ വണ്ടി മർക്കസിന്റെ മുമ്പിൽ ഒന്ന് നിന്നു. കന്നാള് പുല്ലംകൂട്ടം കണ്ട മാതിരി. കഴിഞ്ഞില്ല. അവിടെ പോയതിന്റെ ശേഷം മറവ് ചെയ്യാൻ നേതൃത്വം കൊടുത്തത് കാന്തപുരം, തെൽക്കീൻ ചൊല്ലാൻ നേതൃത്വം കൊടുത്തത് കാന്തപുരം, ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് കാന്തപുരം. ഇതൊക്കെ ചെയ്ത് അന്നു മുതൽ ഇന്ന് വരെ പതിറ്റാണ്ടുകളോളം മടവൂരിന്റെ സുഹബത്തുമായി നിർദ്ദേശവുമായി ജീവിച്ചിരുന്ന കാന്തപുരം വഴിതെറ്റിപ്പോകുമ്പോ ഗുണ്ടാ നേതാക്കളായി മാറുമ്പോ അത് തിരുത്താൻ നിങ്ങളെ മടവൂരിന് കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് നിങ്ങളെ മടവൂരിന്റെ ക്വാളിറ്റി? അയാൾക്ക് എന്ത് നിലയും വിലയുള്ളത്? അയാൾക്ക് എന്ത് മണവും ഗുണവുമാണുള്ളത്? പറഞ്ഞോണ്ടോ? കഴിഞ്ഞില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ കാന്തപുരത്തിന്റെ പ്രമാദമായ പല കേസുകളും ഉമ്മാരിപ്പോ വലിച്ചിട്ടാണ്. കേട്ടോളി. 100 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കുറ്റിപ്പുറം സ്വദേശി അബ്ദുൽ നൂർ കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ കീഴടങ്ങിയത്. 2008 ജാമ്യത്തിലിറങ്ങി കുടുംബസമേതം വിദേശത്തേക്ക് മുങ്ങിയ നൂർ 2 ആഴ്ച മുമ്പ് നാട്ടിലെത്തുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയ സമയത്ത് അബ്ദുൽ നൂർ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ അഖിലേന്ത്യാ ഓർഗനൈസറായിരുന്നുവെന്നും SYS പറയുന്നു. 2008 അറസ്റ്റിലാകുന്നതിന് തൊട്ടുമുമ്പ് ഇയാൾ കാന്തപുരവുമൊത്ത് ആഡംബരക്കാരിൽ യാത്ര ചെയ്തതിന്റെ വീഡിയോയും ആരോപണങ്ങളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിഷേധിച്ചു. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. കുറ്റിപ്പുറം എവിടെയാണ്, അല്ല കുറ്റിപ്പുറത്തിൽ ആരാണ്, എന്ത് പ്രതിയാണ്, അങ്ങനത്തെ പ്രതിനെ തന്നെ അറിയില്ല. നമ്മൾ നോണല്ലേ വലിയ ആള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറ്റിപ്പുറം തന്നെ അറിയില്ല എന്നാണ്. ഇത് ഏത് നബിന്റെ വിറാസത്ത്? അതാ എനിക്ക് തീരെ കിട്ടാത്ത ഈ കളവ് പറയല്. ഈ കളവ് പറയൽ ഏത് നബിയുടെ വിറാസത്താ? ഏതോ ഒരു നബിയുടെ കള്ളത്തരം പറഞ്ഞിരുന്നു. കള്ളത്തരം പറഞ്ഞ് വലിയ മൂപ്പരും ഇയാളൊക്കെ കണക്കായി. വെറും കളവുകൾ മാത്രമേ പറയുന്നുള്ളൂ. അതും ചാനലുകാരോട് എത്ര തൊലിക്കട്ടി വേനായി ലോകം മുഴുവൻ കാണില്ലേ ഇത്? ഇത് കേൾക്കുന്നുള്ളൊരു വിചാരം. പടച്ചോനേതായാലും പാടില്ല, നീ പടപ്പാണെങ്കിലും പാടിയാണ്ടേ. ഏഴുക്കങ്ങളെ ഈ പോക്ക് കെദ്ദാബൂന എന്ന് പറഞ്ഞതിന്റെ ആ അടിസ്ഥാന ഉദാഹരണമായി മാറുകയാണ്. എങ്ങനെയുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവസാന കാലത്ത് ചില കദ്ദാബീങ്ങൾ വരും, കദ്ദാബൂന. അതിന്റെ അടിസ്ഥാനമാണ് ഇപ്പൊ കാന്തപുരൻ. എന്നിട്ട് ചോദിക്കുക, ഇത് ഏത് നബിന്റെ വിറാസത്താണ് ഈ കളവ് പറല്? ഇത് ഇന്നലെ ഉണ്ടായ സംഭവമല്ല, 18-19 കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ് ഈ കുറ്റിപ്പുറം അബ്ദുൽ നൂറിന്റെ കേസ്. അന്ന് ചാനലിൽ കാന്തപുരം പറഞ്ഞ വിഷയമാണ് വെളിപ്പെടുത്തിട്ടുള്ളത്. എന്നിട്ട് പറയാ പച്ചക്കളവാണ് പറഞ്ഞത്. ചോദിക്കട്ടോ, അന്നും കാന്തപുരങ്ങളെ മടവൂരിന്റെ സുഹബത്തിലല്ലായിരുന്നോ, സംരക്ഷണത്തിലല്ലായിരുന്നോ? അന്ന് കാന്തപുരത്തിന് മടവൂരായിട്ട് ബന്ധമല്ലായിരുന്നോ? നിങ്ങൾ കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് വരെ പ്രസംഗിച്ചത് എന്താ? ഇന്നും മടവൂരിന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന കാന്തപുര ഉസ്താദ് പിഴച്ചത് മടവൂരിനാണോ കാന്തപുരത്തിനാണോ? പറയും. നിങ്ങൾ അങ്ങനെ ഞാണുമ്പക്കളി കളിക്കല്ലേ.
നിങ്ങളെ മുമ്പിലിരിക്കണ കൗമൊക്കെ പൊട്ടന്മാരാ വിചാരിച്ചിട്ട് ഞങ്ങളിതൊന്നും കേൾക്കണില്ല, വിശകലനം ചെയ്യണില്ല, അവലോകനം ചെയ്യണില്ല ഞങ്ങൾ വിചാരിച്ച് തന്നെ പിഴച്ചത് മടവൂരിനോ കാന്തപുരത്തിനോ? കൃത്യമായിട്ട് പറയും. കാന്തപുരത്തിനാണ് പിഴച്ചതെങ്കിൽ അത് നന്നാക്കാനുള്ള ബാധ്യത മടവൂരിനുണ്ടായിരുന്നു. കാരണം അത്രത്തോളം മടവൂരിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാ കാന്തപുരം എന്നാ നിങ്ങൾ മിഞ്ഞാന്ന് വരെ പ്രസംഗിച്ചിരുന്നത്, കഴിഞ്ഞ കൊല്ലം വരെ പ്രസംഗിച്ചിരുന്നത്. ഇപ്പൊ എന്ത് പറ്റിയിടും നിങ്ങൾക്ക്? തീർന്നിട്ടില്ല. പറഞ്ഞ് 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 കാന്തപുരത്തിന് വലിയ എവിടെ എത്തിച്ചു എന്നറിയോ? കേട്ടോളി. ഇവരൊക്കെ എവിടെ എത്തിയെന്നറിയോ? അബൂബക്കർ മുസ്ലിയാരടക്കം ഇപ്പൊ എത്തി നിൽക്കുന്ന സ്റ്റേജ് ഏതാണെന്നറിയോ? സാക്ഷാൽ റഷീദുരുദന്റെ മർത്തബിലാപ്പുള്ള വഹാബി നേതാവില്ലേ? ജീവിതകാലം മുഴുവനും ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും മടവൂരിന്റെ കറാമത്ത് പറയാനും മടവൂരിന്റെ പോരിശ പറയാനും നീക്കിവെച്ച കാന്തപുരം റഷീദ് റിളയുടെ സ്ഥാനത്താണ്. നിങ്ങളല്ല പറഞ്ഞത് ഹിദായത്ത് കൊടുക്കാനും കളയാനൊക്കെ മടവൂരിന് കഴിയുന്നു? മടവൂരിന് ഇഷ്ടമുള്ള ആൾക്കാരെ പിടിച്ച് ഹിദായത്തിലാക്കാനും സ്വർഗത്തിൽ കയറ്റാനും മടവൂരിന് കഴിയുന്നു? നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? എന്താണ് കാന്തപുരത്തിന് ഈ മടവൂര് ഹിദായത്തിലാക്കാത്ത? കാന്തപുരം തനി വഹാബി നേതാവായി എവിടെ നിങ്ങൾ മടവൂര്? അത് അയാളെ കറാമത്തിന്റെ ചാർജ് കഴിഞ്ഞോ? മേലാല് മടവൂരിന്റെ കറാമത്തും തൊലിച്ച് കണ്ട് സ്റ്റേജിൽ കയറുന്നത് നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ എന്തെങ്കിലും അടിച്ചു കയറ്റിട്ടായിരിക്കും സ്റ്റേജിൽ കയറുന്നത്. പക്ഷെ പൊതുജനം അങ്ങനല്ല, മനസ്സിലായിക്കോളെ. നിങ്ങൾക്ക് ചിലപ്പോൾ കള്ളു ഹലാലാവും, കഞ്ചാവ് ഹലാലാവും, NDMA ഹലാലാവും. അതൊക്കെ നിങ്ങൾ അടിച്ചു കയറ്റുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പറഞ്ഞതിന് നേരെ എതിരെ ഇന്ന് പറയുണ്ടാവും, ഇന്ന് പറഞ്ഞതിന് നേരെ എതിരെ നാളെ പറയുണ്ടാവും. പക്ഷെ കൗമ മുഴുവൻ അങ്ങനല്ല, കേട്ടു നിൽക്കുന്ന പൊതുജനം അങ്ങനല്ല. ആ ബോധമുണ്ടാകുന്നത് കുരുവട്ടൂരികൾക്ക് നല്ലതാണ് കേട്ടോ. സഹോദരങ്ങളെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ മടവൂർ എന്ന് പറഞ്ഞാൽ ഈ കേരള മുസ്ലിങ്ങൾ കണ്ട ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശൈത്താനിയത്താണ്, ഫിത്തനയാണ്. അയാൾ ഉണ്ടാക്കിയത്ര ശൈത്താനിയത്ത് കേരളത്തിൽ വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. ശൈത്താൻ അയാളെ ശരീരത്തിൽ കയറി ഉണ്ടാക്കിയ ഫിത്തനകളാണ് അതൊക്കെ. അയാൾ തൊട്ടതും അയാളുമായി ബന്ധപ്പെട്ടതൊക്കെ എരണക്കേടിലെ ചെന്ന് അവസാനിക്കുക. ഇപ്പൊ കാസർഗോഡ് ജില്ലയിലുണ്ട് ഒരു ചങ്ങായി, ബടിത്തങ്ങള് യഹ്യൽ ബുഖാരി. അയാളൊരു ആസ്ഥാനുണ്ട് മടവൂർ കോട്ട. അതിനെ അടുത്ത് പേരോടെ വിമർശിച്ചു. ഈ മടവൂർ കാഫിലയുടെ കൂടെ കൂട്ടി പറഞ്ഞു. അപ്പൊ പോലും മടവൂർ കോട്ടയെ സംരക്ഷിക്കാൻ ഇവന്മാർ രംഗത്ത് വന്നു. അതും കൂടി ഒന്ന് കേട്ടോളി. കാസർഗോഡാണ് മിനിയാന്നത്തെ സംസാരം. അവിടെ വെച്ച് മടവൂർ കോട്ട അവിടെ ഉണ്ട്. അതിനടുത്തെത്തിയപ്പോൾ അയാൾക്ക് മടവൂർ കോട്ട വെടിവെച്ച് അങ്ങോട്ടും കോട്ടയ്ക്ക് വീരങ്കി. മടവൂരിന്റെ പേരിൽ കോട്ട കെട്ടുന്നവർ എന്തെല്ലാം സാധനങ്ങളാണ് കാഫിലകൾ. മടവൂരിന്റെ പേരിൽ CM സെന്റർ എന്ന് പറഞ്ഞ സെന്റർ കെട്ടിയവരല്ലേ നിങ്ങൾ? സെന്റർ കെട്ടിയ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കോട്ട കെട്ടുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അർഹത? എന്നാൽ ഇവർ പറയുമ്പോഴല്ല മടവൂർ കോട്ട അല്ലത്. നമ്മൾ മുമ്പ് ആലോചിച്ചു മടവൂർ കോട്ട അവിടെ എന്താണ് ആ പേര്? ആ ഭാഗത്ത് പൈശാചികമായിട്ടുള്ള ശല്യം പരാതി വന്നു ഷെയ്ഖുനാന്റെ അടുത്ത്. ഷെയ്ഖുന പരാതി കേട്ടപ്പോൾ ഷെയ്ഖുനം ചെയ്തു നോക്കണം. ഒരു ബോർഡിൽ കരി എടുത്തിട്ട് മടവൂർ കോട്ട എന്ന് എഴുതി കൊടുത്ത് ഇതവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി, ഒരു പിശാചിന് ചെറുണ്ടാവില്ല. അതാണ് മടവൂർ എന്നുള്ള നാമം. അതൊരു മുഅല്ലമായ ഇസ്മാണ്. ആ പേരവിടെ ഉണ്ടോ ശൈത്താന് ചെറുണ്ടാവൂല. ഷെയ്ഖുന സ്ഥിരപ്പെടുത്തി തരികയാണ്. മടവൂർ കോട്ട എന്ന് ഷെയ്ഖുന നിർദ്ദേശിക്കുന്നു, ശൈത്താൻ ഞാൻ കോട്ടയ്ക്ക് വരില്ല. അപ്പൊ മടവൂർ കോട്ട എന്ന് പേര് വരാൻ കാരണം മടവൂർ നിർദ്ദേശിച്ചാണ്. അവിടെ പിശാചിന്റെ ഉദരം ഉണ്ടായപ്പോ അവിടെ ഒരു കരിക്കട്ട കൊണ്ട് മടവൂർ കോട്ട എന്ന് എഴുതിയിട്ട് ഇതോടെ കൊണ്ട് തൂക്കിക്കള, ഇനി ഷെയ്ത്താന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി പിന്നെ ഷെയ്ത്താന്റെ ശല്യം ഉണ്ടായിട്ടില്ല. കാരണം മടവൂർ കോട്ട എന്ന പേരുള്ളതോടുകൂടി ഷെയ്ത്താന്മാർ പിന്നെ അവിടെ അടുക്കൂല. പിന്നെ ഇന്ന് വരെ ഷെയ്ത്താന്റെ ശല്യം ഉണ്ടായിട്ടില്ല. സത്യമായിരിക്കും. എങ്ങനെ ഉണ്ടാകുക? ഏറ്റവും വലിയ ഷെയ്ത്താൻ അവിടെ ഉള്ളത് മടവൂരിന്റെ പേര്. പിന്നെ എങ്ങനെ ചോട്ടാ ഷെയ്ത്താന്മാരവിടെ വരുമോ? അത് ഉറപ്പന്നല്ലേ. ആ ബാക്കിയുള്ള ശൈത്താന്മാർക്ക് അവിടെ പണിയില്ലല്ലോ. പിന്നെ ഇപ്പൊ ബോംബെന്റെ ഹൃദയ ഭാഗത്ത് ഒരുത്തം വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ദാവൂദ് ഇബ്രാഹിം വില്ല എന്ന് എഴുതിക്കാണ്. പിന്നെ ലോക്കൽ ഗുണ്ടകളോടൊന്ന് അക്രമം കാണിക്കോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഏറ്റവും വലിയ ശൈത്താന്റെ കേന്ദ്രമാണ് ഈ മടവൂർ കോട്ട. ഞാൻ വെറുതെ പറയില്ല. എന്താണ് മടവൂർ കോട്ടയിൽ നടക്കുന്നത് കണ്ടോളി. هذه أنوار ليلى قد بدت هذه أنوار ليلى قد بدت الله المجيد ശൈഖുനാ വടകരൂരി ശൈഖമ്മ വിലുല്ലൂരി ശൈഖേ മുരീദാക്കിടേനെ ശൈഖിൻ കാവലേ ഇടേനെ ഹലറ മോദിനു തേജവരേ
ഇൽമ പെയ്തവരെ മുഹമ്മദ് ഹാദി വലിയുള്ള മൗലാനായ മൗലാന മൗലാനായ മൗലാന മുഹമ്മദ് ഹാദി വലിയുള്ള മർഹബായ മർഹബ മർഹബായ മർഹബ മർഹബായ ഹുസൈൻ സഹോദരങ്ങളെ, ഇതാണ് മടവൂർ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന പ്രധാന കലാപരിപാടി. അതിന്റെ മെയിൻ നടത്തിപ്പുകാരനായ യഹിയ തങ്ങളാണ്, ബടിത്തങ്ങൾ എന്നൊക്കെ പറയും. അച്ചങ്ങായാണ് അതിന്റെ നേതൃത്വം. ഷെയ്ത്താൻ ഇളകിയ മാറിങ്ങനെ എല്ലാവരും മേത്ത് ഷെയ്ത്താൻ കയറി ഉണ്ടാവേ. അള്ളാന്റെ പള്ളിയിലുള്ളിൽ കിടന്ന് തുള്ളുകയാണ്. ഇനി വേറെ ഷെയ്ത്താന്മാരെ ആവശ്യം എന്താ അവിടെ? മടവൂരുണ്ടാക്കിയ ഈ ഷെയ്ത്താൻ കേന്ദ്രത്തില് ഷെയ്ത്താന്റെ എല്ലാ പണിപ്പാടും നടക്കുന്നുണ്ട്. പറഞ്ഞിട്ട് ഇങ്ങനെ ആരാന്റെ അന്നം തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് കിടന്ന് തുള്ളുകയാണ്. മെക്സവന്റെ എക്സർസൈസ് അല്ലത്. അള്ളാനെ ഇബാദത്ത് ചെയ്യാൻ എന്ന് പേരിൽ ഉണ്ടാക്കിയ പള്ളിന്റെ ഉള്ളിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതിലും വലിയ ഷെയ്ത്താനിയത്ത് എന്താടോ? അപ്പൊ ഈ മടവൂരുമായി ബന്ധപ്പെട്ട എല്ലാം ഷെയ്ത്താനിയത്താണ്, എല്ലാം ഫിത്തനകളാണ്, എല്ലാം ഏടാകൂടങ്ങളാണ്. അതിന് ചരിത്രം സാക്ഷിയാണ്. മനസ്സിലായോ? പ്രത്യേകിച്ച് ഈ ഒരു കൊല്ലം സാക്ഷിയാണ് ഇതിനൊക്കെ. നിങ്ങളെ ശൈഖുനെ പറഞ്ഞ മാതിരി ഇതൊരു 1.5 ശവ്വാൽ തന്നെയാണ്. എല്ലാവർക്കും പളർച്ച കിട്ടിയിട്ടുണ്ട്, ഇനി കിട്ടാൻ പോകണുള്ള പോലെ വിൽക്കും. അപ്പൊ കുരുവട്ടൂരിയോട് ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇതൊക്കെ നിർത്തിക്കോ. ഒരു കറുമ്പെങ്കിലും, ഒരു തരിയെങ്കിലും, ഒരു അണുമണി തൂക്കമെങ്കിലും ഈമാൻ ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് തൗബ ചെയ്ത് മടങ്ങ്. പ്രത്യേകിച്ച് നൗഷാദ് ഹസനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്, കുടുംബ സുഹൃത്താണ്, എനിക്ക് ഹിദായത്ത് കിട്ടാൻ കാരണക്കാരനാണ്. അവൻ കാരണമാണ് ഞാൻ ഈ ശിർക്കിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഈ തൗഹീദിന്റെ പാതയിലേക്ക് വന്നത്. ആ ഒരു കടപ്പാട് കൊണ്ടും കൂടി പറയണമെന്ന് വിചാരിച്ചോ? തൗബ ചെയ്ത് മടങ്ങിക്കോ. അത്രത്തോളം കുഫറിന്റെ വർത്താനങ്ങളാണ് ഇത്രയും കാലത്തിനിച്ച് പറഞ്ഞു കൂട്ടിയത്. തൗബ ചെയ്തോ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഖേദിച്ചോ, ഹിദായത്ത് തരാൻ പ്രാർത്ഥിച്ചോ അള്ളാഹുവിനോട്. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബിനെ നീ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ. ഇതാണ് തൽക്കാലം പറയാനുള്ളത്. അപ്പൊ കുരുവട്ടൂരുകളെ കുറിച്ച് ഏകദേശം ഒരു ചിത്രം കിട്ടിയല്ലോ. ഇത് ഒരു ശൈത്താനീയത്തിന്റെ ഒരു കേന്ദ്രമാണ് ഈ കുരുവട്ടൂരിസം. ശൈത്താനീയത്തിന്റെ ആദർശങ്ങളാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ ഈമാൻ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവന്മാരാണ് ഇവര്. ഇവരെ മുസ്ലിം പൊതുസമൂഹം തിരിച്ചറിയണം, അകറ്റി നിർത്തണം. ഇത്രയുമാണ് ഈ വിഷയമായി തൽക്കാലം പറയാനുള്ളത്. ഇൻഷാ അള്ളാഹ് മറ്റുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.